അഞ്ചാം പാരമ്പര്യം പറയുന്നതിനിടയിൽ ബിൽ ഡബ്ല്യു പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ആ, അതായത് നമ്മെ നിയോഗിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ചെലുത്തേണ്ട അല്ലെങ്കിൽ നമ്മെ നിയോഗിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരു കാര്യം നന്നായി ചെയ്യുന്നതാണ് നല്ലതെന്ന് നാം കരുതുന്നു. ഇതാണ് ഈ പാരമ്പര്യത്തിന്റെ കേന്ദ്ര ആശയം. ഈ ആശയത്തിലാണ് നാം ഐക്യത്തിൽ ഒത്തുചേരുന്നത്. ഈ കൂട്ടായ്മയുടെ ജീവൻ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ചെരുപ്പ് കുത്തി അവസാനം വരെ ചെരുപ്പ് കുത്തട്ടെ. ആൽക്കോളിസ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പഴംപുരാണമല്ല. മാരകമായ രോഗത്തിന് നാം ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും മറ്റ് നേർവ് രോഗത്തിനും ഒക്കെ താല്പര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ഞരമ്പ് രോഗത്തിലും ഒക്കെ താല്പര്യം ഉണ്ടാകാം. പക്ഷെ സമൂഹം എന്ന നിലയിൽ നാം അത് ചെയ്യാമോ? അനുഭവം പറയുന്നത് പാടില്ലെന്നാണ്. വ്യക്തി എന്ന നിലയിൽ നമുക്ക് അവരെയൊക്കെ സഹായിക്കാൻ കഴിയും, അത് നല്ലതുമാണ്. പക്ഷെ ഒരു സമൂഹം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഒരു ഫെലോഷിപ്പ് എന്ന നിലയിൽ ഒരു സമൂഹമാണ് നമ്മൾ. നാം വ്യതിചലിച്ചുകൂടാത്ത മദ്യാസക്തിയുടെ പോർമുഖത്ത് അല്ലെങ്കിൽ യുദ്ധമുഖത്ത് നമ്മുടെ അനുഭവങ്ങൾ അതുല്യമാണ്. അതുകൊണ്ട് ധാർമ്മികവും താത്വികവുമായി നാം ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, മറ്റൊന്നുമല്ല. മറ്റാർക്കും കഴിയാതെ പോകുമ്പോഴും മറ്റൊരു മദ്യാസക്തിനെ സമീപിക്കാൻ നമുക്ക് കഴിയുന്നു. ക്യാൻസറിന് സാർവത്രികമായ ഒരു പ്രതിവിധി കണ്ടെത്തിയാൽ നാം അത് തന്നെ ശ്രദ്ധയൂന്നുന്നു. ക്യാൻസറിന് ഒരു പ്രതിവിധി കണ്ടെത്തിയാൽ ക്യാൻസർ രോഗം മാറ്റാനാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. അതിനോടൊപ്പം തന്നെ ട്യൂമറിനും ക്ഷയരോഗത്തിനും നാടവരയ്ക്കൊന്നും പിന്നാലെ നമ്മൾ പോകുന്നില്ല. ഇത്തരം ഒരു അവസരത്തിൽ നാം ക്യാൻസറിൽ തന്നെ ശ്രദ്ധയൂന്നും. വൈദ്യശാസ്ത്രത്തോടും മതത്തോടും കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ നാം ഇതിൽ രണ്ടിലും വിദഗ്ധരല്ല. നമുക്കറിയാം, ദൈവശാസ്ത്രം പുരോഹിതന്മാർക്കുള്ളതാണ്, മനഃശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഡോക്ടർമാർക്കുള്ളതാണ്. ഒരുമിച്ച് ചെയ്യാനാകുന്നത് നമുക്ക് തനിച്ച് ചെയ്യാനാകില്ല. നാം സഹകരിക്കുന്നു, ഒരിക്കലും അവരുമായി സംയോജനത്തിൽ ഏർപ്പെടുകയല്ല, അവരുമായി മത്സരിക്കുന്നുമില്ല. നമ്മുടെ ഊർജം അത് വേണ്ടിടത്ത് തന്നെ നാം തിരിച്ചുവിടുന്നു. ഒരു കാര്യം പറയട്ടെ, എക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്നവർക്ക് സന്ദേശം എത്തിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം, നിലനിൽപ്പിന്റെ കാരണവും. ഇത് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാം പാരമ്പര്യം തീർക്കുന്നത്. അഞ്ചാം പാരമ്പര്യത്തിന്റെ യുക്തിയുടെ ഫലമാണ് മോസ്റ്റ് എമ്പത്തറ്റിക്കലി ദെൻ എ ഹാസ് ബട്ട് വൺ സിംഗിൾ പർപ്പസ് ടു ക്യാരി മെസ്സേജ് ടു ദി ആൽക്കോഹോളിക് ഹു സ്റ്റിൽ സഫേഴ്സ്. ദാറ്റ് ഈസ് അവർ ബേസിക് ഒബ്ജക്റ്റീവ്, അവർ റിയൽ റീസൺ ഫോർ എക്സിസ്റ്റൻസ്. അപ്പൊ മറ്റൊരാൾക്ക് സന്ദേശം എത്തിക്കുക, അത് മാത്രമല്ല നമുക്കുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നതും നിലനിൽപ്പിന്റെ കാരണവും അതാണ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്ത ട്രഡീഷൻ 6 പോവാണ്. അപ്പൊ അതിന് എ ലോജിക്കൽ ഔട്ട് ഗ്രോത്ത് ഓഫ് ട്രഡീഷൻ 5. ഇത് തന്നെയാണ് അഞ്ചാം പാരമ്പര്യത്തിന്റെ യുക്തിയുടെ ഫലം. ട്രഡീഷൻ 6 റീഡ്സ്. ആറാം പാരമ്പര്യം പറയുന്നു: An AA group ought never endorse, finance, or lend the AA name to any related facilities or outside enterprise, lest problems of money, property, and prestige divert us from our primary purpose. ഓരോ ഗ്രൂപ്പും ഒരിക്കലും പുറമെയുള്ള സംരംഭങ്ങളെ അനുകരിക്കുകയോ ധനപരമായി ഇടപെടുത്തുകയോ ഏയുടെ പേര് ബന്ധപ്പെടുത്തുകയോ ചെയ്യരുത്. അല്ലാത്ത പക്ഷം ധനപരമോ വസ്തുപരമോ അഭിമാനകരമായ കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കും. In the old days, our foundation, now the General Service Board, was originally chartered to do everything but lobby for prohibition. പണ്ട് കാലത്ത് നമ്മുടെ ഫൗണ്ടേഷൻ, ഇപ്പോൾ ജനറൽ സർവീസ് ബോർഡ് എന്ന് വിളിക്കുന്ന ഫൗണ്ടേഷൻ, അന്നത്തെ ഫൗണ്ടേഷൻ, ഇന്ന് ജനറൽ സർവീസ് ബോർഡ്, യഥാർത്ഥത്തിൽ മദ്യനിരോധനം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. മദ്യനിരോധനം ഒഴിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. We were chartered for education. വിദ്യാഭ്യാസ പരിവേഷണം അതെല്ലാം തന്നെ ചെയ്യാനാകുമായിരുന്നു. We were chartered for research. ഗവേഷണം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നു. We could do almost anything. നമ്മൾക്ക് എന്തും ചെയ്യാൻ കഴിഞ്ഞിരുന്നു. And we used to think we wanted a lot of money to do a lot of things. Out in the groups, the same ideas often prevailed. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസ പരിവേഷണം അല്ലെങ്കിൽ ഗവേഷണമൊക്കെ നടത്തണമെന്നൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ മറ്റൊരു കാര്യവും ചിന്തിച്ചു: ഇതിനൊക്കെ ധാരാളം പണം വേണം. പുറത്ത് ഗ്രൂപ്പുകളും ഈ ആശയങ്ങൾ പ്രചരിച്ചു. അറ്റ് ദ ടൈം ഹോസ്പിറ്റൽ ഡിഡ് നോട്ട് വാണ്ട് us, so we thought we would build and operate our own. അപ്പോൾ ഈ പണ്ട് കാലത്ത്
അന്നത്തെ കാലത്ത് ആശുപത്രികൾക്ക് ഞങ്ങളെ വേണ്ടായിരുന്നു, മദ്യാസക്തരെ വേണ്ടായിരുന്നു. അതുകൊണ്ട് ആശുപത്രികൾ നമുക്ക് സ്വന്തമായി തന്നെ നടത്താമെന്ന് നമ്മൾ കരുതി. സ്വന്തമായിട്ട് ആശുപത്രികൾ കരുതി. People needed to be told what alcoholism was, so we thought we could educate the public, perhaps rewrite സ്കൂൾ ആൻഡ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ സ്വന്തമായിട്ട് ആശുപത്രി തുടങ്ങാൻ, നമ്മളെ ആശുപത്രിയിൽ ആരും പ്രവേശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ ആശുപത്രി നടത്താമെന്ന് കരുതി. പൊതുജനങ്ങൾ മദ്യാസക്തി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. മെഡിക്കൽ ടെസ്റ്റുകളും സ്കൂൾ പാഠപുസ്തകങ്ങളും തിരുത്തി എഴുതേണ്ടതുണ്ടെന്ന് നമ്മൾ കരുതി. We thought we would revise the laws of the land and have it declared that alcoholics are sick people. മദ്യാസക്തർ രോഗികളാണ്, അതുകൊണ്ട് നിയമങ്ങൾ തന്നെ മാറ്റി എഴുതേണ്ടതുണ്ട്. അസുഖബാധിതരായ മദ്യാസക്തരെ കുറിച്ച് നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതുണ്ട്. We would carry AA into the dark regions of addictions and criminality. മയക്കുമരുന്നുകളുടെയും കുറ്റകൃത്യങ്ങളുടെയും ഇരുണ്ട ലോകത്ത് deprived and paranoid folks, and the deeper the neurosis, the better we would like it. വിഷാദ രോഗികൾക്കും സംശയ രോഗികൾക്കും ഞരമ്പ് രോഗികൾക്കും ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. If alcoholism could be licked, so could any problems. മദ്യാസക്തിയെ തോൽപ്പിക്കാനായാൽ മറ്റെന്ത് പ്രശ്നവും പരിഹരിക്കാനാകുമെന്ന് നമ്മൾ കരുതി. A's uncompromising honesty might soon clean up politics. എയുടെ കറ തീർന്ന സത്യസന്ധത രാഷ്ട്രീയം ശുദ്ധമാക്കും. In the factories, it could cause laborer and capitalists to love each other. വ്യവസായശാലകളിൽ തൊഴിലാളിയും മുതലാളിയും പരസ്പരം സ്നേഹിക്കും ഉണ്ടെങ്കിൽ. Having learned to live so happily, we would show everybody else how. സന്തോഷത്തോടെ ജീവിക്കാനാകുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്കും കാട്ടിക്കൊടുക്കാനാകും. We thought our society of alcoholism might prove to be the spearhead of a new spiritual advance. ഞങ്ങൾ കരുതിയ പുതിയ ഒരു ആത്മീയതയുടെ കുന്തമുനയാകും ആൽക്കഹോളിസം. നമ്മുടെ ആശയങ്ങൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. അവർ പ്രിൻസിപ്പിൾസ് മൈ ട്രാൻസ്ഫോം ദ വേൾഡ്. നമ്മളുടെ ആശയങ്ങൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. പേജ് നമ്പർ 108. യെസ്, വി ഡിഡ് ഡ്രീം ദോസ് ഡ്രീംസ്. അതെ, ഞങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടു. ഡ്രീംസ് ദോസ് ഡ്രീംസ്, അങ്ങനെയുള്ള സ്വപ്നത്തിന് ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള സ്വപ്നങ്ങൾ. ഹൗ നാച്ചുറൽ ദാറ്റ് വാസ്. അത് സ്വാഭാവികം മാത്രം. സിൻസ് മോസ്റ്റ് ആൽക്കഹോളിക്സ് ആർ ബാങ്ക്രപ്റ്റ് ഐഡിയലിസ്റ്റിക്സ്. കാരണം മദ്യാസക്തരും കടക്കടിയിൽപ്പെട്ട ആദർശവാദികളായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങൾ പോലും കടക്കണിയിലായിരുന്നു, അല്ലെങ്കിൽ ആദർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബാങ്ക്രപ്റ്റ് ആയിരുന്നു. Nearly every one of us had wished to go to do great good, performing great deeds that embodied great ideals. ഇപ്പോൾ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ കാര്യങ്ങൾ ഞങ്ങളൊക്കെ സ്വപ്നങ്ങൾ കണ്ടു. അത് സ്വാഭാവികം, കാരണം മദ്യാസക്തരും കടക്കണിയിൽപ്പെട്ട ആദർശവാദികളായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു. വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ കാര്യങ്ങൾ ഞങ്ങളൊക്കെ പൂർണ്ണത ആഗ്രഹിച്ചവരാണ്. Nearly every one of us had wished to do good, perform great deeds that embodied great ideals. We were perfectionists who, failing to attain perfection, had gone to the other extreme and settled for the bottle and the blackout. Providence through AA had brought us within reach of our highest expectations. So why shouldn't we share our way of life with everyone? അപ്പോൾ അതെ, ഞങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടു. അത് സ്വാഭാവികം മാത്രമാണ്, കാരണം മദ്യാസക്തർക്കും കടക്കണിയിൽപ്പെട്ട ആദർശവാദികളാണ്, അതായത് ആദർശങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ഞങ്ങളെല്ലാവരും തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു. വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു, കാരണം ഞങ്ങൾ പൂർണ്ണത ആഗ്രഹിച്ചവരാണ്. പക്ഷെ അത് നേടാനായില്ല. അതുകൊണ്ട് എതിർ ദിശയിലേക്ക് പോയി മദ്യത്തിലേക്കും മറവിയിലേക്കും ഞങ്ങൾ നടന്നെടുത്തു. ഞങ്ങളെ വലിയ പ്രതീക്ഷയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരുമായി പങ്കുവെച്ചു കൂടാ. ഞങ്ങൾ ആശുപത്രികൾ സ്ഥാപിച്ചു.
Well, we tried a hospital and they all bogged down because you cannot put an AA group into business. Too many busybody cooks always spoil the broth. AA groups had their fling at education, and when they began publicly to whoop up the merits of this or that brand of education, people became confused. Did AA fix alcoholics, or was it an educational project? Was AA spiritual, or was it medical? Was it a reform per movement? In concentrations, we saw ourselves getting married to all kind of enterprises, some good and some not so good. അതെ, ഞങ്ങൾ അങ്ങനെ അപ്പം എ ഗ്രൂപ്പ് ഞങ്ങൾ ആശുപത്രികൾ സ്ഥാപിച്ചു. പക്ഷേ എ ഗ്രൂപ്പുകൾ വ്യവസായത്തിൽ വിജയിച്ചില്ല. പലരും കൂടി തല്ലിയാൽ പാമ്പ് ചാകയില്ല. എ ഗ്രൂപ്പുകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായി. എ മധ്യസ്ഥരെ സഹായിക്കുമോ, അതോ അവർക്ക് വിദ്യാഭ്യാസം നൽകുമോ? ഇതൊരു ആത്മീയ പരിപാടിയോ അല്ലെങ്കിൽ ചികിത്സാ രീതിയോ? ഇതൊരു നവോത്ഥാന പ്രസ്ഥാനമോ? ചുരുക്കത്തിൽ ഞങ്ങൾ എല്ലാവരും പദ്ധതികളുമായി ചേർന്നിരിക്കുന്നു, പല പദ്ധതികളുമായി ചേർന്നിരിക്കുന്നു. So, in consternations, we saw ourselves getting married to like all kind of enterprises, some good and some not good, so good. അപ്പൊ നമ്മളെല്ലാവരെയും വിവാഹം കഴിച്ച് എല്ലാവരുമായിട്ട് സെറ്റിലായി. എന്താണ്, ചിലത് നല്ല കാര്യങ്ങളാണ്, ചിലത് നല്ല പദ്ധതികളാണ്, ചിലത് മോശം പദ്ധതികളാണ്. ചിലത് നല്ലതാണ്, ചിലത് മോശവും. When we saw alcohol is committed willy-nilly to prisons and asylum, we began to say there ought to be law in full public view. Some AA commenced to thump tables in legislative committee rooms and to agitate for legal reform. That made good newspapers copy, but little else. We saw that we would soon be mired in politics. We found it imperative even inside AA to remove we found it imperative even inside AA to remove the AA name from clubs and step houses. This strenuous adventure implanted the deep-rooted convictions that no circumstances could be endorse any related enterprises, no matter how good. We of Alcoholics Anonymous could not be all things to all men, and we should not try to be. The moment we lent the AA name to any outside enterprise, we got into trouble, sometimes very serious trouble. അപ്പോൾ ചില പദ്ധതികൾ, നമ്മൾ ചിന്തിച്ച പദ്ധതികൾ നല്ലതാണ്, ചിലത് വളരെ മോശവും. ജയിലുകളിലേക്കും പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ മധ്യാസക്തർ നിർബന്ധിതരായിരുന്നപ്പോൾ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി, നിയമം വേണം. നിയമജ്ഞരുടെയും ജനപ്രതിനിധികളുടെയും മുമ്പിൽ നിയമ പോരാട്ടത്തിന് മധ്യാസക്തർ മുമ്പിട്ടിറങ്ങി. ഇതൊക്കെ പത്രങ്ങളിൽ വന്നതല്ലാതെ മറ്റൊന്നും നടന്നില്ല. താമസിയാതെ രാഷ്ട്രീയത്തിന്റെ ചെളി പുരുളുമെന്ന് ഞങ്ങൾ കണ്ടു. ക്ലബ്ബുകളിൽ നിന്ന് 12-ാം പടി ഭവനങ്ങളിൽ നിന്നും എയുടെ പേര് മാറ്റേണ്ടതുണ്ട്, അത് അനിവാര്യമാണെന്ന് ഞങ്ങൾ കണ്ടു. ഇത്തരം സാഹസങ്ങൾ എത്ര നല്ലതാണെങ്കിലും എയുമായി ബന്ധപ്പെടുത്തരുതെന്ന് ഞങ്ങൾക്ക് ആഴത്തിൽ ബോധ്യപ്പെട്ടു. നാം മധ്യസ്ഥർക്ക് എല്ലാവർക്കും എല്ലാം ആകാൻ സാധിക്കില്ല, അതിന് ശ്രമിക്കുകയും അരുത്. പുറത്തുള്ള സംരംഭങ്ങളുമായി ചേർന്നപ്പോഴൊക്കെ ഞങ്ങൾ കുഴപ്പത്തിലായി, ചിലപ്പോഴൊക്കെ ഗുരുതരമായ കുഴപ്പത്തിൽ. At one time, we nearly got embroiled in the wet dry controversy. A liquor trade association wanted to hire an AA member as an educator. Its members wanted to teach that too much grog is bad for everybody and that alcoholics cannot drink at all. So far, so good. But it further appeared that in all their publicity, they wished to stress the fact that their educator, Mr. X, was a member of Alcoholics Anonymous. That was something else again. The public would at once think that Alcoholics Anonymous had gone into the field of education via the liquor industry. If that happened, the Trice would instantly hire another AA member for educational purposes. This would land us, of course, smack in the middle of endless controversy. We simply could not take a side in the fight and do business with the sick alcoholics too. ഒരിക്കൽ ഞങ്ങൾ നിരോധന വിവാദവുമായി കൂടിക്കൊഴിഞ്ഞു. At one time, we nearly got embroiled in the wet dry controversy. മദ്യവ്യവസായത്തിലെ ഒരു അസോസിയേഷൻ ഒരു അംഗത്തെ ഒരു പ്രബോധകനായി അല്ലെങ്കിൽ അവിടെ എഡ്യൂക്കേറ്ററായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു. അവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം മദ്യം കൂടുതൽ കഴിക്കുന്നത് ആർക്കും നല്ലതല്ലെന്നും മദ്യാസക്തർ കുടിക്കാനേ പാടില്ല എന്നും ആയിരുന്നു. പക്ഷേ അവരുടെ പരസ്യ പരിപാടിയെല്ലാം അവർ ഒരു കാര്യം എടുത്തു പറഞ്ഞു. അതായത് അവരുടെ പ്രബോധകൻ
മിസ്റ്റർ എക്സ് ആൽക്കോളിക്സ് അനോണമസിലെ ഒരു അംഗമാണ്. അത് പിന്നെയും പ്രശ്നമായി. ആൽക്കോളിക്സ് അനോണമസ് വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും മദ്യ കമ്പനി മുഖേന മറ്റൊരംഗത്തെ കൊണ്ട് മദ്യവിരുദ്ധർ മറ്റ് പ്രചരണങ്ങൾ നടത്തും. വൈരുദ്ധ്യങ്ങളുടെ നടുവിലേക്ക് നാം വീണ്ടും എടുത്തെറിയപ്പെടും. നമുക്ക് ആരുടെയും പക്ഷം പിടിക്കാനാവില്ല. മദ്യാസക്തർക്കൊപ്പം പോലും നമ്മൾക്ക് പക്ഷം പിടിക്കാനാവില്ല. We simply could not take sides in the fight and do business with the sick alcoholics too. The would-be educated, educator showed up at the New York office asking for advice. Of course, we told him that we thought factual education to be a very good thing, and that as a public relations expert and as a citizen, he certainly had a perfect right to take the job. But did he think that he should advertise his AA membership at the same time? ഈ വിദ്യാഭ്യാസ വിദഗ്ധനായിരിക്കുന്ന ആൾ ന്യൂയോർക്കിലെ ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളോട് ഉപദേശം ആരാഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, പൊതുജന സമ്പർക്ക വിദഗ്ധൻ എന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതോടൊപ്പം തന്റെ അംഗത്വം നിങ്ങൾ പരസ്യപ്പെടുത്തുമോ? നമ്മുടെ അംഗത്തിന് ഒരു കാര്യം പിടികിട്ടി. അദ്ദേഹം പറഞ്ഞു, ആൽക്കോളിക്സ് അനോണിമസ് എന്റെ ജീവൻ രക്ഷിച്ചു. അതാണ് പ്രധാനം. വലിയ ദുരിതങ്ങൾക്കിടയിലും എയുടെ പേര് പ്രയോജനപ്പെടുത്തരുത്. എയ്ക്ക് വേണ്ടിയല്ലാതെ ഒരിക്കലും ആ പേര് നാം ഉപയോഗപ്പെടുത്താൻ പാടില്ല. Our member got to the point. He said, Alcoholics Anonymous saved my life. It come first. I certainly won't be the guy to land AA in big time trouble. And this might really do it. Our friend has summed up the whole endorsement problem. We saw as never before that we could not lend the AA name to any cause other than our own. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അംഗത്വം ആൽക്കോളിക്സ് അനോണിമസിന് വേണ്ടിയല്ലാതെ, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസ് പ്രയോജനം ഇല്ലാത്ത ഒരു കാര്യവും എയുടെ പേര് ഉപയോഗിച്ച് ചെയ്യരുത്. ബട്ട് ദിസ് ഇസ് ദി തിങ് ദാറ്റ് ഷുഡ് അഡ്വർടൈസ് ഹിസ് എ മെമ്പർഷിപ്പ് ഇൻ ദ സെയിം ടൈം. അതുകൊണ്ട് തന്റെ പേര് പരസ്യപ്പെടുത്തരുത്, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിലെ മെമ്പർഷിപ്പ് എന്ന കാര്യം പരസ്യപ്പെടുത്തുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. ലോങ് ആഫ്റ്റർവേർഡ് വി സോ സംതിങ് എൽസ്. പിന്നീട് ഞങ്ങൾ ചിലതുകൂടി കണ്ടു. We saw that the more AA minded its own business, the greater its general influence would become. Medicine and religion and psychiatry began to borrow some of our ideas and experience. So did research, rehabilitation, and education. All sort of therapist groups began to spring up. They dealt with the gambling, divorce, delinquency, dope addiction, mental illness, and the like. They too borrowed from AA, but they made their own adaptations. They worked their own fields, and we did not have to endorse them or tell them how to live. പിന്നീട് ഞങ്ങൾ ചിലത് കൂടി കണ്ടു. അതിന്റെ കാര്യങ്ങൾ ചെയ്തപ്പോൾ പൊതുജന സ്വാധീനം വർദ്ധിക്കുന്നതായി ഞങ്ങൾ കണ്ടു. മതവും വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും എയുടെ ചില ആശയങ്ങൾ സ്വീകരിക്കുന്നതായി കണ്ടു. പരിവേഷണങ്ങളിലും പുനരധിവാസങ്ങളിലും വിദ്യാഭ്യാസവും ഒക്കെ എയുടെ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തു. വിവിധതരം ചികിത്സാ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവർ വിവാഹമോചനങ്ങളും ദൂർത്തുകളും കൈകാര്യം ചെയ്തു. അവരും എയിൽ നിന്ന് ചിലതെല്ലാം കടമെടുക്കൊണ്ടു അവരുടേതായ മാറ്റങ്ങൾ വരുത്തി. അവർ അവരുടേതായ നിലയിൽ പ്രവർത്തിച്ചു. നാം അവരോടൊപ്പം ചേരേണ്ടതില്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവരെ നമ്മൾക്ക് പഠിപ്പിക്കേണ്ടതുമില്ല. Our influence has not been confined just to this field. It's beginning now to be general. It crops out in political and business life. People who know alcoholics and their families are deeply affected. The very development that we once wanted to force have begun to take place of themselves. Today, we understand and accept this paradox. The more AA sticks to its primary purpose, the greater will be helpful influence everywhere. നമ്മുടെ സ്വാധീനം ഈ രംഗത്ത് മാത്രമല്ല, അത് പൊതുവായിരിക്കുന്നു. രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും അത് വിളവ് കൊയ്യുന്നു. മദ്യാസക്തരെയും കുടുംബാംഗങ്ങളെയും അറിയുന്നവർ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ നാം ആഗ്രഹിച്ച മാറ്റങ്ങൾ ഇപ്പോൾ തനിയെ വന്നിരിക്കുന്നു. ഈ വിരോധാഭാസം നമുക്ക് മനസ്സിലായിരിക്കുന്നു. നാം നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ ഉറച്ചു നിന്നാൽ വലിയ സ്വാധീനം നമുക്കെല്ലായിടത്തും ലഭിക്കും. പേജ് നമ്പർ 109 അവസാനിച്ചു. അടുത്ത 110, പേജ് നമ്പർ 110, ഇംഗ്ലീഷ് ബുക്കിലെ പേജ് നമ്പർ 110. Let us now talk about money and AI's attitude towards it. Wealth had ruined many men and nations. So would it ruin us? Especially in America, money was a symbol of prestige and power and comfort. Money can do a lot of good, yet there is practically no evil which it can not arouse. Would AI's brand of spirituality mix with any money at all? Or on the other hand, should we have a lot of money, the better to do good works? This was the age of old dilemma and the temptations that faced us.
നമുക്ക് പണത്തെക്കുറിച്ചും അതിനോടുള്ള എഐയുടെ മനോഭാവത്തെക്കുറിച്ചും സംസാരിക്കാം. ധനം പല വ്യക്തികളെയും ജനതകളെയും നശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മെയും നശിപ്പിക്കില്ലേ? പ്രത്യേകിച്ച് അമേരിക്കയിൽ പണം പ്രതാപത്തിന്റെയും അധികാരത്തിന്റെയും സുഖലോലുപതയുടെയും അടയാളമായി കാണുന്ന ഒരു രാജ്യത്ത് പണത്തിന് ഒട്ടേറെ നന്മകൾ ചെയ്യാനാകും. പക്ഷെ ഫലത്തിൽ പണത്തിന് കഴിയാത്ത ഒരു തിന്മയുമില്ല. എഐയുടെ ആത്മീയതയ്ക്ക് പണവുമായി ബന്ധപ്പെട്ടുകൂടാ എന്നുണ്ടോ? അതോ എഐ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പണം ആവശ്യമുണ്ടോ? ഇത് നാം നേരിട്ട ഒരു സെക്കൻഡ് അത് വിട്ടുപോയി. എന്റെ കൈ തട്ടി ഞാൻ വായിച്ചോണ്ടിരുന്ന് മാറിപ്പോയ ഒരു സെക്കൻഡ്. പേജ് നമ്പർ 110 ആദ്യത്തെ പാരഗ്രാഫാണ് 110. അപ്പൊ പണത്തിന്റെ കാര്യമാണോ? നമുക്കിത് ലളിതമായി കാണാം. നമുക്ക് പണത്തെക്കുറിച്ച് അതിനോടുള്ള എഐയുടെ മനോഭാവത്തെക്കുറിച്ച് സംസാരിക്കാം. ധനം പല വ്യക്തികളെയും ജനതകളെയും നശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മയും നശിപ്പിക്കില്ലേ? പ്രത്യേകിച്ച് അമേരിക്കയിൽ പണം പ്രതാപത്തിന്റെയും അധികാരത്തിന്റെയും സുഖലോലുപതയുടെയും അടയാളമായി കാണുന്ന ഒരു രാജ്യത്ത് പണത്തിന് ഒട്ടേറെ നന്മകൾ ചെയ്യാനാകും. പക്ഷെ ഫലത്തിൽ പണത്തിന് കഴിയാത്ത ഒരു തിന്മയുമില്ല. എഐയുടെ ആത്മീയതയ്ക്ക് പണവുമായി ബന്ധപ്പെട്ടുകൂടാ എന്നുണ്ടോ? അതോ എഐ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പണം ആവശ്യമുണ്ടോ? ഇത് നാം നേരിട്ട ഒരു പ്രലോഭനമാണ്. പഴക്കം ചെന്ന ഒരു കീറാമുട്ടി. The conservative said, "Why tempt ourselves with money? We don't need it. We don't need it. We can meet in homes, and no group will have to have a treasury. Why do treasury? Why do we need books and offices and world services? One alcohol carries the message to another. Let's keep it that simple and stay out of money trouble." The radicals thought otherwise. Not only do we need essential services, we need plenty more. We need hospitals, paid therapists, traveling lecturers, rehabilitation centers, and heaven knows what else. It is going to take millions, and there will we get all this money? Well, we will get it from the public, just as most other good works too. യാഥാസ്ഥിതികർ പറഞ്ഞു, നാം പണത്തിന് പിന്നാലെ പോകരുത്. നമുക്ക് വീടുകളിൽ യോഗം ചേർന്നാൽ മതി. ഫണ്ട് അതിനാവശ്യമായി വരില്ല. നമുക്ക് പുസ്തകങ്ങളും ഓഫീസുകളും എന്തിനാണ്? ഒരാൾ മറ്റൊരാൾക്ക് സന്ദേശം നൽകുക. നമുക്കത് ലളിതമായി കാണാം. പണം അപ്പോൾ ആവശ്യമായി വരില്ലല്ലോ. മൗലികവാദികൾ ചിന്തിച്ചത് മറിച്ചാണ്. നമുക്ക് അടിസ്ഥാന സേവനങ്ങൾ മാത്രം പോരാ. ആശുപത്രികൾ വേണം, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനായി പ്രഭാഷകർ വേണം, തെറാപ്പിസ്റ്റുകൾ വേണം, പുനരധിവാസ കേന്ദ്രങ്ങൾ വേണം. ഇത് ഇനി എന്തൊക്കെ വേണമെന്ന് ദൈവത്തിന് മാത്രം അറിയാം, സ്വർഗത്തിന് മാത്രം അറിയാം. ഇതിനൊക്കെ ലക്ഷങ്ങൾ വേണം. എവിടെ നിന്ന് പണം ലഭിക്കും? മറ്റ് പല നല്ല കാര്യങ്ങൾ എന്ന് പോലെ പൊതുജനങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് ലഭിക്കും എന്നാണ് മറ്റ് യാഥാസ്ഥിതികര് പറഞ്ഞത്. ആഫ്റ്റർ എ വൈൽ വി awoke to the pleasant fact that AI as such was not going to require much money after all. When we get rid of our grandiose ideas about hospitals, research, rehabilitation, and education, not too much of a bill was left to pay. Other enterprises needed large sums, but we did not. We could be spared that headache. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഏക്ക് അത്രയധികം പണം ആവശ്യമില്ല. നമ്മുടെ പൊങ്ങച്ചങ്ങളായ ആശുപത്രികൾ, വിദ്യാഭ്യാസ മേഖലകൾ, പരിവേഷണം, പുനരധിവാസം തുടങ്ങിയവ മാറ്റി നിർത്തിയാൽ വലിയ തുക എഐക്ക് ആവശ്യമില്ല. മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ പണം ആവശ്യമുണ്ടാകും. നമുക്ക് ആ തലവേദന മാറ്റി നിർത്താം. A big factor in our thinking at the time was the philosophy of St. Francis of Assisi. He also began as a lay movement, one man carrying the good news to the next. In his day, it was common enough for individuals to pledge themselves to poverty, but it was unusual, if not unique, for a whole organization or fellowship to do the same thing. For the purpose of this society, Francis thought corporate poverty to be fundamental. The less money and property they had to quarrel about, the less would be the diversion from their primary purpose. And just like AA today, his outfit did not need much money to accomplish its mission. Why be tempted and diverted when there was no need for it?
അക്കാലത്ത് നമ്മെ സ്വാധീനിച്ച വലിയൊരു ഘടകം ഫ്രാൻസിസ് അസിസിയുടെ തത്വചിന്തകളായിരുന്നു. അദ്ദേഹത്തിൻ്റെത് ഒരു സാധാരണ പ്രസ്ഥാനമായിരുന്നു. ഒരാൾ സദ്വാർത്ത മറ്റൊരാൾക്ക് നൽകുക, മൗത്ത് ടു മൗത്ത്. ദാരിദ്ര്യം പ്രതിജ്ഞയായി സ്വീകരിക്കുക എന്നത് ആ കാലത്ത് സാധാരണമായിരുന്നു. ഒരു പ്രസ്ഥാനമോ കൂട്ടായ്മയോ അങ്ങനെ ചെയ്യുന്നത് സാധാരണമായിരുന്നില്ല. ഫ്രാൻസിസ് തന്റെ സമൂഹത്തിന് നിർദ്ദേശിച്ചത് സംഘടിതമായ ദാരിദ്ര്യം എന്ന അടിസ്ഥാനമാണ്. വഴക്കടിക്കാൻ പണവും വസ്തുവകകളും ഇല്ലെങ്കിൽ പ്രാഥമിക ഉദ്ദേശത്തു നിന്ന് വ്യതിചലിക്കില്ലെന്ന് കരുതാം. എഐക്ക് എന്ന പോലെ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ അധികം പണം ആവശ്യമില്ല. അത്യാവശ്യമില്ലാത്തപ്പോൾ നാം എന്തിന് പ്രലോഭിതരാകണം? വൈ ബി ടെംപ്റ്റഡ് ആൻഡ് ഡൈവേർട്ടഡ് വെൻ ദർ വാസ് നോ നീഡ് ഫോർ ഇറ്റ്. അതുകൊണ്ട് പണത്ത് കൊണ്ട് ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ എന്തിനു പ്രലോഭനാകണം? നമ്മൾ എന്തിനും വിഭജിക്കപ്പെടണം? അക്കാൽ പേജ് നമ്പർ 111 Therefore, AI adopted the wisdom of Francis at its own. Not only would we have the at least possible service organization, we would use at least possible money. For us, this does not mean no money at all, but it does mean at least the least possible money to do the job well. It is in this sense that AI has declared for the principles of corporate poverty. It is a chief safeguard of our future. Despite our early tradition of keeping AI poor for its own safety, we were still to have temptation. There were 3 of them. അപ്പോൾ അതുകൊണ്ട് നാം ഫ്രാൻസിസ് അസിസിയുടെ വിവേകം തന്നെ സ്വീകരിച്ചു. ഏറ്റവും കുറഞ്ഞ സംഘടനാ ശേഷി പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പണവും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിന്റെ അർത്ഥം ഒട്ടും പണം വേണ്ട എന്നല്ല. ഇതിന്റെ അർത്ഥം ഏറ്റവും കുറഞ്ഞ പണം കൊണ്ട് നാം ജോലികൾ തീർത്തിരിക്കണം എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ എയെ പ്രഖ്യാപിക്കുന്നത് ഏകീകൃതമായ ദാരിദ്ര്യം എന്ന തത്വമാണ്. ഇത് നമ്മുടെ ഭാവിക്കുള്ള സുരക്ഷയാണ്. എയെ ദരിദ്രമായിരിക്കുക എന്ന നമ്മുടെ പാരമ്പര്യത്തിനെതിരെ despite the early tradition of keeping AI poor for its own safety, we were still no have temptation. There were 3 of them. ദരിദ്രമായിരിക്കുക എന്ന നമ്മുടെ പാരമ്പര്യത്തിനെതിരെ പ്രലോഭനങ്ങളുണ്ടായി. 3 1937 ജൂനിയർ റോക്ക്ഫെല്ലറുടെയും സുഹൃത്തുക്കളുടെയും കണ്ടപ്പോൾ. ആദ്യത്തേത് സാമ്പത്തിക സഹായത്തിന്റെ സാധ്യത കണ്ടപ്പോൾ നാം ബ്രദർ ഫ്രാൻസിസിന്റെ കാഴ്ചപ്പാട് മറന്നുപോയിരുന്നു. The first game when we met with Mr. John Roy Rockefeller Jr. and his friends to the fall of 1937. 1937 നമ്മൾ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറെ കണ്ടപ്പോൾ അതാണ് ആദ്യകാലത്ത് ജോൺ ഡി റോക്ക്ഫെല്ലറിനെ അവന്റെ സുഹൃത്തുക്കളെയും കണ്ടപ്പോൾ അതാണ് ആദ്യം സംഭവിച്ചത്. There were 3 of them. 3 കാര്യങ്ങളാണ് നമ്മൾ പ്രലോഭിതരായത്. അതിനകത്ത് ഒരെണ്ണമാണിത്. At the time, the possibility of unlimited financial backing pretty much dimmed our sharing of the vision of St. Francis. അതായത് ധാരാളം പണം ലഭിക്കുമെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു. നമ്മൾ ഫ്രാൻസിസ് അസിസിയുടെ വിഷൻ കാഴ്ചപ്പാട് മറന്നുപോയി. ഡോക്ടർ ബോബ് ആൻഡ് ഐ ആൻഡ് indeed most of us were awfully broke. ഞാനും ബോബും നമ്മളിൽ മിക്കവരും നല്ല നല്ല ജോലികൾ, ആശുപത്രി ശൃംഖലകൾ, മധ്യാസക്തരെ സഹായിക്കാൻ ടൺ കണക്കിന് സാഹിത്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭാവന ഉണർത്തി. ഐഡിയ ഓഫ് കംഫർട്ടബിൾ ആൻഡ് വെൽ പെയ്ഡ് ജോബ്സ്. Dr. Bob and I, and indeed most of us, were all fully broke. Idea of comfortable and well-paid jobs. Chains of AA hospital. അതായത് വെൽ പെയ്ഡ് ജോബ്സ് എന്ന് വെച്ചാൽ നമ്മൾ മിഷണറിമാരെ നിയമിക്കുക, അമേരിക്ക മുഴുവനും ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുക. ആൻഡ് ടൺസ് ഓഫ് എ ഫ്രീ ലിറ്ററേച്ചർ ഫോർ സഫറിംഗ് ആൽക്കീസ്. മദ്യാസക്തി കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി പുസ്തകം എത്തിച്ചു കൊടുക്കുക. സീസ്ഡ് അവർ ഇമാജിനേഷൻ. ഇതെല്ലാം നമ്മുടെ ഭാവനയെ കടന്നു പിടിച്ചു, നമ്മുടെ ഭാവനയെ ഉണർത്തി. അതായത് ആശുപത്രി ശൃംഖലകളും മധ്യസ്ഥ സഹായികൾ, ടൺ കണക്കിന് സാഹിത്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭാവന ഉണർത്തി. പക്ഷെ റോക്ക്ഫെല്ലറുടെ ആശയം മറ്റൊന്നായിരുന്നു. ബട്ട് മിസ്റ്റർ റോക്ക്ഫെല്ലർ ഹാഡ് അതർ ഐഡിയാസ്. റോക്ക്ഫെല്ലറുടെ ആശയം മറ്റൊന്നായിരുന്നു. ഹി സാഡ്, അവൻ പറഞ്ഞു, ഐ തിങ്ക് മണി വിൽ സ്പോയിൽ ദിസ്. അവൻ പറഞ്ഞു, പണം ഇതിനെ നശിപ്പിക്കില്ലേ? He acted accordingly and AI stayed poor. St. Francis had given us the idea, but John D. Rockefeller wisely forced us to live up to it. This was the oddly assorted pair who were really responsible for AI's tradition on money. Thanks God for them both. അപ്പോ സെക്കൻഡ് എനിക്ക് ഓക്കെ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സംഘടനാ ശേഷി എന്ന് പറഞ്ഞാൽ
ദരിദ്രമായിരിക്കും എന്ന നമ്മുടെ പാരമ്പര്യത്തിനെതിരെ പ്രലോഭനങ്ങൾ ഉണ്ടായി. 3 സംഭവിച്ചത് 1937 ജൂനിയർ റോക്ക്ഫെല്ലറുടെയും സുഹൃത്തുക്കളെയും കണ്ടപ്പോഴാണ്. ആദ്യത്തേത് സാമ്പത്തിക സഹായത്തിന്റെ സാധ്യത കണ്ടപ്പോൾ നാം ബ്രദർ ഫ്രാൻസിസിന്റെ കാഴ്ചപ്പാടുകൾ മറന്നുപോയി. ഞാനും ബോബും നമ്മളിൽ മിക്കവരും നല്ല നല്ല ജോലികൾ, അതായത് ആശുപത്രി ശൃംഖലകൾ, മധ്യസ്ഥരെ സഹായിക്കാനായി മിഷനറിമാരെ നിയമിക്കൽ, ടൺ കണക്കിന് സാഹിത്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭാവനയെ ഉണർത്തി. പക്ഷെ റോക്ക്ഫെല്ലർ ആശയം മറ്റൊന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പണം ഇത് തകർത്തു കളയും. അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിച്ചു. ദരിദ്രമായി തുടർന്നു. വിശുദ്ധ ഫ്രാൻസിസ് നമുക്ക് ആശയം തന്നു. റോക്ക്ഫെല്ലർ അത് നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചു. ഈ വ്യത്യസ്ത ജോഡികളാണ് സമ്പത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ പാരമ്പര്യത്തിൽ സഹായിച്ചത്. രണ്ടു പേർക്കുമായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ പ്രലോഭനം നേരെ തലതിരിച്ചതായി. ദ സെക്കൻഡ് ടെംപ്ടേഷൻ വിയേർഡ് ടു ദി അതർ എക്സ്ട്രീം. മറ്റൊരു തലത്തിലായി. വി ഗോട്ട് സോ സ്കേർഡ് ഓഫ് മണി ദാറ്റ് വി വെന്റ് ടൈറ്റ് വാർഡ്, half refusing to support AI symbols but the essential area and overall services, without which we would fail to function and grow. Even now we haven't surmounted this one. We still drag our heels when the hat is passed to support local intergroup officers and general quotas. And this holding back is not for lack of holding money either. The collective income of AS membership, the sum of our wages, salaries, and both other emoluments will presently reach a total of $1 billion yearly. When sober and working, few alcoholics have any money trouble. Our earning power as individuals may actually be double the average. The material payoff as well as the spiritual payoff of AS way of life is downright incredible. Nevertheless, we still balk a bit when it comes to paying AS very reasonable service bills. Sometimes I think this may all to be good. There is not the slightest danger that AI is ever going to get too rich from the voluntary contributions of its own members. ഇപ്പൊ രണ്ടാമത്തെ പ്രലോഭനം നേരെ തലതിരിച്ചായി. 112 പേജിൽ വരെ എത്തിയിട്ട് നമ്മള് പണത്തിന്റെ കാര്യത്തിൽ നാം ഭയചകിതരായി. നാം ഭാഗികമായി സഹായങ്ങൾ നിരസിച്ചു. എയുടെ ലളിതവും അടിസ്ഥാനപരവുമായ സഹായങ്ങൾ പണമില്ലാതെ നിർവഹിക്കാനാവില്ല. നാം ഇപ്പോഴും അത് അതിജീവിച്ചിട്ടില്ല. ലോക്കൽ ഇന്റർ ഗ്രൂപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സഹായിക്കേണ്ടി വരുമ്പോൾ നാം ഇപ്പോഴും കൈവലിക്കുന്നു. ഇത് ചെലവ് ചുരുക്കാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. നമ്മുടെ അംഗങ്ങളുടെ ആകെ സംഭാവന, വേതനം, ശമ്പളം, വാടക, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ലക്ഷക്കണക്കിന് ഡോളർ ആവശ്യമുണ്ട്. സുബോധത്തിലും ജോലിയിലും ആണെങ്കിലും സാമ്പത്തിക പ്രശ്നം നമ്മുടെ അംഗങ്ങൾക്കിടയിൽ ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ സമ്പാദ്യശീലം സാധാരണക്കാരൻ്റെതിന്റെ ഇരട്ടിയാണ്. ഭൗതികവും ആത്മീയവുമായ എയുടെ ജീവിത രീതി വ്യക്തമാണ്. എന്നിരുന്നാലും എയുടെ സേവന ചെലവുകൾ നൽകേണ്ടി വരുമ്പോൾ നാം അല്പം ഒന്നും മടിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതിനാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. There is funny but revealing. ഓക്കെ, നല്ലതിനാണെന്ന് എനിക്ക് അംഗങ്ങളിൽ നിന്ന് സ്വമേധയാ ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ട് എ കൂടുതൽ സമ്പന്നമാകുമെന്ന് നമ്മൾക്ക് ഒട്ടും പേടിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ എക്ക് സംഭാവന കൊടുക്കുമ്പോൾ നമുക്കൊരു മടി തോന്നും. അതുകൊണ്ട് തന്നെ അംഗങ്ങളിൽ നിന്ന് സ്വമേധയാ ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ട് എ കൂടുതൽ സംഭാവന ആകുമെന്ന് നമുക്ക് ഒട്ടും പേടിക്കേണ്ടതില്ല. There is funny but a revealing story about this, and the jokes is on me. It was in 1941, just after the Saturday Evening Post story broke. The income from the AA book would not pay for answering the thousands of inquiries, and we had set up $1 a year per member as the measuring stick for voluntary contributions that might meet the bill. It was the first time AA headquarters had asked groups for any help. തമാശയാണെങ്കിലും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഒരു കഥ വെളിപ്പെടുത്തുമ്പോൾ there is a funny but revealing story about this. തമാശയാണ്, പക്ഷെ ഒരു കാര്യം വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഒരു കഥ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ തന്നെയാണ് ആ തമാശ. 1941 സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിൽ നമ്മുടെ കഥ വന്ന കാലം. ആയിരക്കണക്കിന് അന്വേഷണങ്ങൾക്ക് മറുപടി നൽകാൻ പുസ്തകത്തിൽ നിന്നുള്ള വരുമാനം തികയാതായപ്പോൾ നമ്മുടെ അംഗങ്ങളിൽ നിന്ന് ഒരു വർഷം $1 എന്ന നിരക്കിൽ സമാഹരിക്കാൻ തീരുമാനിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് ആദ്യമായാണ് ഗ്രൂപ്പുകളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. At that time, Louis and I were receiving $30 a week as the result of Rockefeller's dinner. ആ കാലത്ത് റോക്ക്ഫെല്ലറുടെ അത്താഴ വിരുന്നിനെ തുടർന്ന് എനിക്കും ലൂയിസിനും ആഴ്ചയിൽ $30 സഹായധനം ലഭിച്ചിരുന്നു. We were living in a little room in the 24th Street Club. ഞങ്ങൾ
ക്ലബിലെ 24 തെരുവിൽ ക്ലബിൽ ഒരു കൊച്ചുമുറിയിലാണ് താമസിച്ചത്. 24th സ്ട്രീറ്റിലെ ക്ലബിലെ ചെറിയൊരു കൊച്ചുമുറിയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവർ ഹൗസ് ഹോൾഡ് ഫർണിച്ചർ വാസ് സ്റ്റിൽ ഇൻ സ്റ്റോറേജ് ആൻഡ് വി വെയർ സ്മൈറ്റ്ലി ഹാർഡ് അപ്പ്. ഞങ്ങളുടെ വീട്ടുപകരണങ്ങൾ അപ്പോഴും കടകളിൽ തന്നെയായിരുന്നു. ഞങ്ങൾക്കത് കഷ്ടകാലമായിരുന്നു. വൺ മോർണിംഗ് a bleary-eyed friend just off a bender stuck his head into the little Versailles street of office. I was pacing up and down, cursing out the trunks for being so slow in sending in their buck apiece. I was in a really mean mood. I gave my bleary-eyed friend a big grip on how stingy drunks were. Naturally, he agreed. Just to make myself generous, I pulled out a $5 bill and handed it to him. It was money that Louis needed for the groceries, and I knew very well that he would go out and drink it up. But this grandiose act made me feel good. I poor, uh, I could give $5 when those guys out there couldn't even send in $1. അപ്പൊ ഞങ്ങളുടെ വീട്ടുപകരണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ അവിടെ ഒരു സ്ഥലത്ത് കൂട്ടിയിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കതൊരു കഷ്ടകാലമായിരുന്നു. മുഴുകുടിക്ക് പിന്നാലെ വിളറിയ കണ്ണുകളുമായി ഒരാൾ വെസായി തെരുവിലെ ഓഫീസിൽ ഞങ്ങളെ എത്തി നോക്കി. ഞാനാണെങ്കിൽ പണം തരാത്ത കുടിയന്മാരെ ശപിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞാൻ വളരെ മോശം മാനസികാവസ്ഥയിലായിരുന്നു. മദ്യാസക്തർ എത്ര നീചന്മാരാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ചു. അദ്ദേഹവും അത് സമ്മതിച്ചു. ഞാൻ അത്ര ഉദാരമതിയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്റെ കീശയിൽ കിടന്ന $5 ഞാൻ അദ്ദേഹത്തിന് നൽകി. ലൂയിസിന് വീട്ടു സാധനങ്ങൾ വാങ്ങാനുള്ളതാണ് ആ പണം, അതെനിക്കറിയാം. അയാൾ അതുകൊണ്ട് പോയി കുടിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ പൊങ്ങച്ചം ഞാൻ ആസ്വദിച്ചു. എന്റെ കൂട്ടുകാർക്ക് $1 പോലും നൽകാൻ കഴിയാത്തപ്പോഴാണ് പാവം ഞാൻ $5 അയാൾക്ക് നൽകിയത്. Distinctly satisfied with myself, I went to the meeting that night in the club. The club was behind with its rent. In those days, you could not mix the material with the spiritual at all. Money was a subject you could hardly mention, but the landlord was not getting his rent, so it had to be mentioned. An intermission, my old friend Tom B., who led the meetings that night, timidly said, "Now, folks, can't you go a little heavy on the heart tonight? We are kind of behind with the rent." Such was his apologetic announcement. I was sitting on the stairs with some new convert. Nevertheless, I heard him, and I knew the club was behind. Finally, the heart came up the stairs where we were, and I reached in my pocket and got a coin. When I fished it out, it was a $1/2. Scarcely thinking, I dropped that $1/2 back into my pocket and produced a dim that clinked the thinly in that hat. A minute later, I woke up. I, who had boasted of my generosity that morning, was treating my own club worse than the alcoholics who had forgotten to send the foundation their dollars. I realized that my $5 gift to the backslider was an ego feeding act, bad for him and bad for me. There was a place in AA where spirituality and money would mix, and that was in the hat. I never since have criticized anybody for failing to send $1 or so to headquarters. അപ്പോ $1 പോലും നൽകാത്ത കുടിയന്മാരെ പഴിച്ചുകൊണ്ട് ഞാൻ അവന് $5 നൽകി. സംതൃപ്തിയോടെ ഞാൻ അന്ന് രാത്രിയിൽ മീറ്റിംഗിലേക്ക് പോയി. അന്ന് ആ മീറ്റിംഗിൽ വെച്ച് ക്ലബ്ബുകാർ പറഞ്ഞു, ഇതിന്റെ വാടക നൽകിയിട്ടില്ല. ആ കാലത്ത് പണം ആത്മീയതമായി കലർത്തിക്കൂടാ. പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ശരിയല്ല. ആ സമയത്ത് തന്നെ പക്ഷെ ഉടമസ്ഥന് വാടക പണം കിട്ടണമല്ലോ, അതുകൊണ്ട് പറഞ്ഞേ തീരൂ. എന്റെ സുഹൃത്ത് മീറ്റിംഗ് നയിക്കുന്ന ടോം ആശങ്കയോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇന്ന് കിറ്റിയിൽ അല്പം കൂടുതൽ നിക്ഷേപിക്കാമോ? നാം ഇതുവരെ വാടക നൽകിയിട്ടില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷമാപണത്തോടെയുള്ള പ്രഖ്യാപനം. ഞാൻ ഗോവണിപ്പടികളിൽ പുതിയ ഒരാളുമൊത്ത് ഇരിക്കുകയായിരുന്നു. കിറ്റി എന്റെ അടുത്തും എത്തി. ഞാൻ കീശ തപ്പി. ഒരു നാണയം കിട്ടി. അതൊരു $1/2 ആയിരുന്നു. ഞാനത് എന്റെ പോക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചിട്ടു. കിറ്റി ഒന്ന് കുലുക്കി. അത്ര തന്നെ അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നു. അന്ന് രാവിലെ വീം പഠിച്ച എന്നെക്കാൾ എത്രയോ ഭേദം ഫൗണ്ടേഷനിലേക്ക് അവരുടെ $1 അയക്കാൻ മറന്നു പോകുന്ന മദ്യാസക്തർ എനിക്ക് ബോധ്യം വന്നു. ആ അധർമ്മിക്ക് $5 സമ്മാനിച്ചത് എന്റെ അഹങ്കാരമായിരുന്നു. അത് എനിക്കും അയാൾക്കും ദോഷം ചെയ്തു. പണവും ആത്മീയതയും ചേരുന്ന ഒരിടമുണ്ട്. അത് മീറ്റിംഗ് റൂമിലെ കിറ്റിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പണം അയക്കാത്തതിന് പിന്നീട് ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല.
Our third money temptation was the greatest perils of all three. നമ്മുടെ മൂന്നാമത്തെ പ്രലോഭനമാണ് മൂന്നിലും ഭീകരം. One night, the trustees of our foundation were having their quarterly meeting. The agenda included a crucial questions. A certain lady had a debt, and when her will was read, it was discovered that she had left to Alcoholics Anonymous in trust with the foundation a sum of $10,000. The question was, should A take the gift? നമ്മുടെ മൂന്നാമത്തെ പ്രലോഭനമാണ് മൂന്നിലും ഭീകരം. ഒരു രാത്രിയിൽ നമ്മുടെ ഫൗണ്ടേഷൻ ട്രസ്റ്റിമാർ വാർഷിക യോഗം ചേരുകയാണ്. അജണ്ടയിൽ ഒരു നിർണായക ചോദ്യമുണ്ടായിരുന്നു. ഒരു മഹതി മരിച്ചിരിക്കുന്നു. അവൾ അവരുടെ വിൽപത്രത്തിൽ ഫൗണ്ടേഷനെ വിശ്വസിച്ച് ആൽക്കോളിക്സ് അനോണിമസിന് $10,000 നൽകാൻ നീക്കിവെച്ചിരിക്കുന്നു. ആ സമ്മാനം സ്വീകരിക്കണമെന്നതായിരുന്നു ചോദ്യം. ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ കഷ്ടത്തിലായിരുന്നു. ഗ്രൂപ്പുകൾ വിഹിതം നൽകുന്നില്ല. ഓഫീസ് പ്രവർത്തനത്തിന് ബുക്കിന്റെ വരുമാനം തിരികുമായിരുന്നില്ല. But the debt will be hard on that one. The foundation was really hard up just then. The groups were not sending in enough money for the support of the office. We had been tossing in all the book income, and even that had not been enough. The reverse fund was melting like snow in springtime. We badly needed that $10,000, maybe. Some said the groups will never fully support the office. We can't let it shut down. It is far too vital. Yes, let's take the money. Let's take all such donations in the future. We are going to need them. ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന് $1,000 നീക്കി വെച്ചിരിക്കുന്നു. എയുടെ സമ്മാനം സ്വീകരിക്കണം, അതായിരുന്നു ചോദ്യം. ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ വളരെ കഷ്ടത്തിലായിരുന്നു. ഗ്രൂപ്പുകളാണെങ്കിൽ വിഹിതം നൽകുന്നില്ല. ഓഫീസ് പ്രവർത്തനത്തിന് ബുക്ക് വിൽപ്പനയുടെ വരുമാനം തികയുമായിരുന്നില്ല. കരുതൽ ധനം വസന്തത്തിലെ മഞ്ഞ് പോലെ ഉരുകിത്തീരുകയാണ്. നമുക്ക് $10,000 ആവശ്യമുണ്ട്. ആരോ പറഞ്ഞു, ഗ്രൂപ്പുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്കത് അടച്ചുപൂട്ടി വെക്കാനാകില്ല. പണം അത്യന്താപേക്ഷിതമാണ്. അതെ, നമുക്ക് ആ പണം എടുക്കാം. ഭാവിയിലും നമുക്കത് സ്വീകരിക്കാം. നമുക്കത് ആവശ്യമുണ്ട്. Then came the opinion. Then came the opposition. They pointed out to the foundation board already knew of a total of $500,000 set aside for in the wills of people still alive. Heaven only knew how much we had not heard about. If outside donations were not declined, not absolutely cut off, the foundation would one day become rich. Moreover, at the slightest intimations to the general public from our trustees that we needed money, we could become immensely rich. Compared to this prospect, that $10,000 under considerations was not much. But like the alcoholic first drink, it would, if taken inevitably, set up a disastrous chain reaction. Where would that land us? Where whoever pays the piper is apt to call the tune. And if the AA Foundation obtained money from outside sources, its trustees might be tempted to run things without reference to the wishes of AA as a whole. Every alcoholic feeling relieved of responsibility would shrug and say, "Oh, the foundation is wealthy. Why should I bother?" The pressure of that fat treasury would surely tempted the board of invented all kind of schemes to do good with such funds, and so divert AA from its primary purpose. The moment that happened, our fellowship conference would be shaken. The board might be isolated and might fall under heavy attack and criticism from both AA and the public. These were the possibilities pro and con. For ഇതേ സമയം പ്രതിപക്ഷം രംഗത്തെത്തി. നിലവിലെ അംഗങ്ങൾ സംഭാവന ചെയ്ത $5,00,000 വരവിലുണ്ടെന്ന് ഫൗണ്ടേഷൻ അറിവുള്ളതാണ്. നാം കേൾക്കാത്തത് എത്രയുണ്ടെന്ന് ആൾക്കറിയാം. പുറത്തു നിന്നുള്ള സംഭാവനകൾ നിഷേധിച്ചില്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒരിക്കൽ സമ്പന്നമാകും. ട്രസ്റ്റിമാർ ഒരു സൂചന പുറലോകത്തിന് നൽകിയാൽ നാം അതിസമ്പന്നരാകും. ഈ $10,000 മറ്റൊന്നുമല്ല, ഒരു മദ്യാസക്തന് തന്റെ ആദ്യത്തെ കുടി പോലെയാണത്. ഇത് നടന്നാൽ വിനാശകരമായ ഒരു തുടർച്ചയുണ്ടാകും. അത് നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? കുഴലൂത്തുകാരന് പണം നൽകുന്നവൻ രാഗവും നിശ്ചയിക്കും. കുഴലൂതാൻ വേണ്ടി പണം നൽകുന്നവൻ അവൻ വായിക്കേണ്ട രാഗവും നിശ്ചയിക്കും. അപ്പൊ പുറമേ നിന്നുള്ള പണം എയെ നിയന്ത്രിക്കും. ഫൗണ്ടേഷൻ പുറത്തുനിന്ന് പണം സ്വീകരിച്ചാൽ ട്രസ്റ്റിമാർ എയുടെ മൊത്തത്തിലുള്ള ഇച്ഛാനുസരണം പ്രവർത്തിക്കാനിടയില്ല. ഓരോ അംഗവും ഉത്തരവാദിത്തത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചതായി കരുതും. അവർ പറയും, ഫൗണ്ടേഷനിൽ പണമുണ്ട്, ഞാൻ എന്തിനു പണം നൽകണം?
പണത്തിന്റെ സമ്മർദ്ദം ബോർഡിനെ പുതിയ പദ്ധതികളിലേക്ക് നയിക്കും. എയുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് അത് വ്യതിചലിക്കപ്പെടും. അത് സംഭവിക്കുമ്പോൾ കൂട്ടായ്മയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ബോർഡ് ഒറ്റപ്പെടും. എയിൽ നിന്നും പുറത്തു നിന്നും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും. ഏതാണ് വരാനിരിക്കുന്ന സാധ്യതകൾ എന്ന് നമ്മുടെ ട്രസ്റ്റിമാർ എയുടെ ചരിത്രത്തിൽ ഒരു തിളങ്ങുന്ന പേരിൽ എഴുതി ചേർത്തു. എ എന്നും ദരിദ്രമായിരിക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായമായ നിത്യ ചെലവുകൾക്ക് പുറമെ ഒരു കരുതലുമെന്ന ആശയം തന്നെയായിരിക്കണം ഫൗണ്ടേഷന്റെ സാമ്പത്തിക നയം നിലനിൽക്കാനുള്ള നിലവിലുള്ള ആവശ്യങ്ങളെ അവഗണിച്ച് $10,000 നിരസിച്ചു. Then our trustees wrote bright page of AA history. They declared for the principle that AA must always stay poor. Reasonable running expense plus a prudent reserve would henceforth to the foundation financial policy. Regardless of current needs, the trustees officially declared that $10,000 and adopted a formal all-right resolution that all such future gifts would be similarly declined. At that moment, the principle of corporate poverty was firmly and finally embedded in AA tradition. അപ്പോൾ എയുടെ ചരിത്രത്തിൽ തിളങ്ങുന്ന പേര് എഴുതിച്ചെടുത്തു. എ എന്നും ദരിദ്രമായിരിക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായമായ നിത്യച്ചെലവുകൾക്ക് പുറമെ ഒരു കരുതൽ തരം അല്ലെങ്കിൽ പ്രൂഡന്റ് ഫണ്ട് ആശയം തന്നെയായിരിക്കണം ഫൗണ്ടേഷന്റെ സാമ്പത്തിക നയം. നിലവിലുള്ള ആവശ്യങ്ങളെ അവഗണിച്ച് $10,000 അവർ നിരസിച്ചു. ഭാവിയിൽ ഇത്തരം സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചു. കൂട്ടായ ദാരിദ്ര്യം എന്ന നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ പാരമ്പര്യവുമായി അംഗീകരിക്കപ്പെട്ടു. When the newspaper got hold of this fact, there was a profound reaction. To people familiar with endless drives for charitable funds, AA presented a strange and refreshing spectacle. Approving editorials here and abroad generated a great new wave of confidence in the integrity of Alcoholics Anonymous. They pointed out that the irresponsible had become responsible. Responsible had become responsible, and that by making financial independence part of its tradition, Alcoholics Anonymous had revived an ideal that this era had almost forgotten. അപ്പോൾ പത്രമാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വലിയ പ്രതികരണമുണ്ടായി. ചാരിറ്റി ഫണ്ടുകളുടെ നെട്ടോട്ടത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ പുതിയൊരാശയം മുന്നോട്ട് വെച്ചിരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നും വന്ന എഡിറ്റോറിയലുകളിൽ എയുടെ ഐക്യവും അഭിമാനവും ഉയർത്തി അവർ സൂചിപ്പിച്ചു. നിരുത്തരവാദികൾ ഇപ്പോൾ ഉത്തരവാദിത്തമുള്ളവരായി മാറിയിരിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുത്ത ആൽക്കോളിക്സ് അനോണിമസ് ഈ കാലഘട്ടത്തിന് വിസ്മൃതിയിലായ ഉദാത്തമായ ഒരു ആശയം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഏഴാം പാരമ്പര്യം ഇങ്ങനെ പറയുന്നു. 7 now reads, this is why AA tradition 7 now reads, every AA group ought to be fully self-supporting, declining outside contribution. എന്താണ് ഏഴാം പാരമ്പര്യം പറയുന്നത്? ഇങ്ങനെ പറയുന്നു, AA ഗ്രൂപ്പുകൾ സ്വയം പര്യാപ്തമായിരിക്കണം, പുറത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ നിഷേധിക്കണം. അടുത്തത് ട്രഡീഷൻ 8 says, എട്ടാം പാരമ്പര്യം ഇങ്ങനെ പറയുന്നു, Alcoholics Anonymous should remain forever non-professional, but our service centers may employ special workers. എട്ടാം പാരമ്പര്യം പറയുന്നു, സർവീസ് കേന്ദ്രങ്ങളിൽ ജോലിക്കാരെ നിയമിക്കാമെങ്കിലും ആൽക്കോഹോളിക്സ് അനോണിമസ് ഒരു തൊഴിലാക്കരുത്. Alcoholics Anonymous will never have a professional therapist class. We have gained some understanding of the ancient words. Freely you have received, freely give. For our purpose, we have discovered that at this point of professionalism, 115ാമത്തെ പേജിലാണ്, covered that at the point of professionalism, money and spirituality do not mix. We do not decree professionalism in other fields, but we accept the sober fact that it would not work for us. Every time we have tried to professionalize our 12 step, the result has been exactly the same. Our single purpose has been defeated. ആൽക്കോഹോളിക്സ് അനോണിമസിൽ ഒരിക്കലും വിദഗ്ധരായ ചികിത്സകർ ഉണ്ടാകരുത്. ദാനമായി കിട്ടിയത് ദാനമായി നൽകുന്നു. അതാണ് നാം നേടിയെടുത്ത പഴഞ്ചൊല്ല്. നമ്മുടെ കാര്യത്തിൽ നാം ഒന്ന് കണ്ടെത്തി, വ്യവസായവൽക്കരണത്തിൽ പണവും ആത്മീയതയും കൂടിച്ചേരില്ല. മറ്റ് കാര്യങ്ങളിൽ നാം വ്യവസായത്തെ നിന്ദിക്കുന്നില്ല, പക്ഷെ നമ്മുടെ സുബോധത്തിന്റെ കാര്യത്തിൽ അത് പ്രവർത്തിക്കില്ല. 12ാം പടിയുടെ കാര്യത്തിൽ നാം അത് പരീക്ഷിച്ചതാണ്. യു റിമെമ്പർ ഹൗ പക്ഷെ നമ്മുടെ പ്രാഥമിക ഉദ്ദേശം പരാജയപ്പെട്ടു. 12ാമത്തെ കാര്യത്തിൽ നമ്മൾ പരീക്ഷിച്ച് പക്ഷെ നമ്മുടെ പ്രാഥമിക ഉദ്ദേശം പരാജയപ്പെട്ടു. എവറി ടൈം വി ഹാവ് ട്രൈ ടു പ്രൊഫഷണലൈസ് അവർ 12 സ്റ്റെപ്പ്, അതായത് 12 പടികൾ, 12ാം പടി പ്രവർത്തനം നമ്മൾ തൊഴിലാക്കിയപ്പോൾ ദ റിസൾട്ട് ഹാസ് ബീൻ എക്സാക്ട്ലി ദ സെയിം. അവർ സിംഗിൾ പർപ്പസ് ഹാസ് ബീൻ ഡിഫീറ്റഡ്. ഞങ്ങളുടെ സിംഗിൾ പർപ്പസ് ഡിഫീറ്റഡ് ആയി. യു റിമെമ്പർ ഹൗ ഐ വാസ് ടോൾഡ് ബൈ AA ഗ്രൂപ്സ്
How was I told by AA groups and conscience that I could not go to work for Charlie Towns, a professional therapist, and that was right. Early in the game, we discovered that under no condition should an AA be paid for taking to carrying paid, sorry, carrying this message to somebody else, person to person and face to face. That was out. If professionalism ever invaded us at that level, we were doomed. But the issue of professionalism had other aspects. For years, we were trying to figure out what in AA was professionalism and what was not. This problem arose out of the need for paid workers in our service centers, the need for people who would do the jobs that a volunteer would not or would not do, where service workers professionals or were they not? That was the issue. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഞാൻ ചാർലി ടൗൺസ് ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി പോകേണ്ടതില്ല എന്ന ഗ്രൂപ്പിന്റെ മനസ്സാക്ഷിയിൽ നിന്ന് തീരുമാനിച്ചത്. അത് ശരിയായിരുന്നു. ആദ്യ കളിയിൽ തന്നെ നാം അത് കണ്ടെത്തിയതാണ്. ഒരവസ്ഥയിലും വ്യക്തികൾ മുഖാമുഖം ഈ സന്ദേശം നൽകുന്നത് പണം വാങ്ങിയിട്ടാകാമോ? അങ്ങനെയല്ല. ആ നിലയിൽ വ്യവസായവൽക്കരണം കൂടിയിരുന്നെങ്കിൽ നമ്മൾക്ക് മറ്റൊരു ദുർവിധി ഉണ്ടായേനെ. വ്യവസായവൽക്കരണത്തിന് തീരുമാനങ്ങളുണ്ട്. വർഷങ്ങളായി നാം തെരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് എയിൽ വ്യവസായം അല്ലെങ്കിൽ അല്ലാത്തത്? നമ്മുടെ സർവീസ് കേന്ദ്രങ്ങളിൽ ജോലിക്കാരെ ആവശ്യം വന്നപ്പോൾ നമുക്കത് മനസ്സിലായി. സന്നദ്ധ സേവകർക്ക് ചെയ്യാനാകാത്ത ജോലികൾക്ക് ആളുകളെ നമുക്ക് നിയമിക്കേണ്ടി വന്നു. അവർ സേവകരാണോ വിദഗ്ധരാണോ? അതായിരുന്നു ചോദ്യം. അത്തരമൊരു സാഹചര്യം ഞാൻ ഓർമ്മിക്കുന്നു. ന്യൂയോർക്കിലെ 24 സ്ട്രീറ്റിലെ പഴയ ക്ലബ് ഹൗസിൽ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ അത് പെയിന്റ് ചെയ്തു. ഫോൺ കോളുകൾ സ്വീകരിക്കുന്ന സ്ഥലമായി ഉപയോഗിച്ചു. അത് നന്നായിരുന്നു. But the issue of professionals had other aspects. For years, we were trying to figure out what is. The first situation of this kind that I can remember. Wait a minute, one second. But the issue of professionalism had other aspects. For years, we were trying to figure out what in AA was professionalism and what was not. This problem arose out of the need for paid workers in our service centers, the need for people who would do the jobs that volunteers could not do or would not do. Were service workers professionals or were they not? That was the issue. The first situation of this kind of that I can remember came up in the old clubhouse on 24th Street in New York. Volunteers had painted the place and shined it up and were answering the telephone, and that was fine. When they went home, they would hand out numerous keys for the benefit of the night owls. But some of the owls had a habit of getting stewed and lying around in the place in all conditions at all hours. That was not good. The volunteers also got very tired of shifting out to the place, so it stayed dirty most of the time. Plainly enough, we needed a caretaker. Well, we approached old Tom, a fireman. We had recently sprung out of Rockland Asylum. We were sure. We already knew that Tom had a pension as a fireman. So we said to him, "How would you like to come over, Tom, and live at the club? Nice room for you there." Tom said, "What's the angle?" "Well, Tom, we will give you a nice room and you can kind of look after the place." Tom said, "7 days a week, yeah. What I am supposed to do?" "Well, Tom, you ought to make the coffee and lead the drinks out if they are too bad and sweep the place up. Do that 7 days a week," said Tom. "What you guys want is a janitor?" "All right," we said. "Sure, we want a janitor." "Well," said Tom, "ain't you going to pay me nothing?" "Oh, no," we said. "That would make you a professional. This is Alcoholics Anonymous. We must not mix money with the spirituality." "Okay," said Tom. "No money, no work. I am doing my Tolstoy work free. But if you are going to have me here a janitor, you are going to pay me." See, lots of us were working at the time and earning money. But believe it or not, we actually haggled with the old man to get him down to the last cent we could for doing that grabby job. അപ്പോൾ സന്നദ്ധ സേവകർക്ക് ചെയ്യാനാകാത്ത ജോലി വ്യവസായവൽക്കരണത്തിന് ചില തീരുമാനങ്ങളുണ്ട്. വർഷങ്ങളായി നാം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് വേയിൽ വ്യവസായം അഥവാ അല്ലാത്തത്? നമ്മുടെ സർവീസ് കേന്ദ്രങ്ങളിൽ ജോലിക്കാരെ ആവശ്യം വന്നപ്പോൾ നമുക്കത് തീർച്ചയായും മനസ്സിലായി. സന്നദ്ധ സേവകർ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ചെയ്യാനാകാത്ത ജോലികൾക്ക് ആളുകളെ നിയമിക്കേണ്ടി വന്നു. അവർ സേവകരാണോ വിദഗ്ധരാണോ? അതായിരുന്നു ചോദ്യം. അത്തരമൊരു സാഹചര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്.
ന്യൂയോർക്കിലെ 24ാമത്തെ സ്ട്രീറ്റില് പഴയ ക്ലബ്ബ് ഹൗസിൽ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ അതൊന്ന് പെയിന്റ് അടിച്ചു ഫോൺ കോളുകൾ സ്വീകരിക്കുന്ന സ്ഥലമായി ഉപയോഗിച്ചു. അത് വളരെ നന്നായിരുന്നു. അവർ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ താക്കോലുകൾ രാത്രികാലങ്ങളിൽ ഒത്തുചേരുന്നവർക്കായി നൽകും. പക്ഷെ ചിലർ എപ്പോഴും അവിടെ ചുറ്റിത്തിരിയും. അത് നല്ലതല്ല. നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ അവിടെയൊക്കെ വൃത്തിയാക്കും. സത്യത്തിൽ ഞങ്ങൾക്കൊരു കെയർടേക്കറെ ആവശ്യമുണ്ടായിരുന്നു. റോക്ക്ലാൻഡിലെ അഭയകേന്ദ്രത്തിൽ നിന്ന് അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഫയർമാൻ ടോമിനെ ഞങ്ങൾ സമീപിച്ചു. ടോമിന് പെൻഷൻ കിട്ടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ടോമിനോട് പറഞ്ഞു, ടോം, നിങ്ങൾ ഈ ക്ലബ്ബ് ഹൗസിൽ വന്ന് താമസിക്കൂ. നല്ല മുറിയാണ്. ടോം ചോദിച്ചു, എന്താണ് വ്യവസ്ഥ? ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു മുറി തരാം. ദയവായി ആ സ്ഥലം നിങ്ങൾ നോക്കി നടത്തണം. ടോം ചോദിച്ചു, ആഴ്ചയിൽ 7 ദിവസം വേണോ? ശരി, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ടോം, നിങ്ങൾക്ക് ചായ ഉണ്ടാക്കണം. ചില കുടിയന്മാർ വളരെ മോശമായിട്ട് വരും. അവരെ പുറത്തു നിർത്തണം. അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം. ആഴ്ചയിൽ 7 ദിവസവും ഞാൻ അത് ചെയ്യണമോ? ടോം പറഞ്ഞു. നിങ്ങൾക്കൊരു കാവൽക്കാരനെയാണ് വേണ്ടതല്ലേ? ടോം ചോദിച്ചു. നിങ്ങൾക്കൊരു കാവൽക്കാരനാണ് വേണ്ടതല്ലേ? അതെ, തീർച്ചയായും, ഞങ്ങൾ പറഞ്ഞു. ടോം ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു പ്രതിഫലവും തരുന്നില്ല അല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. അതാ നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാക്കും. ഇത് ആൽക്കോളിസ് അനോണിമസ് ആണ്. ആൽക്കോളിസ് അനോണിമസ്ക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ആത്മീയതയും പണവും കൂട്ടിക്കഴിക്കാനാകില്ല. ശരി, ടോം പറഞ്ഞു. കൂലിയില്ലെങ്കിൽ വേലയുമില്ല. 12ാം പടി പ്രവർത്തനം ഞാൻ വേണ്ട പോലെ ചെയ്യുന്നുണ്ട്, കൂലിയില്ലാതെ. ഞാനിവിടെ ജോലി ചെയ്യണമെങ്കിൽ കൂലി തരണം. ആ കാലത്ത് ഞങ്ങളൊക്കെ ജോലി ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ആ വയോധികനെ കൊണ്ട് വിലപേശുകയായിരുന്നു ഒരു വൃത്തികെട്ട ജോലി ചെയ്യിപ്പിക്കാൻ. But old Tom was right. In order for AS to function, we had to hire some help. In all the length and breadth of AA among the whole 20 lakh or more of us, we have told only 200 or 300 hired help all around. That includes cooks frying hamburgers in clubs, janitors sweeping out the places, and women answering for telephones in our central offices. It also included me. I once wrote some literature for you, so I am paid a royalty for being a writer. That is where the line finally fell. For face-to-face treatment for a drunk, no money ever. But AA does have to hire people so that it can function where there are legitimate jobs to be done. Even after AS Tradition 8 was those established in principle, it took still more years to work out the applications. There were all sorts of borderline cases always in hot debate. For example, no AS have been more baffled by such emotional gusts than those bold enough to accept employment with outside agencies dealing with the alcohol problem. A university wanted an AA member to educate the public on alcoholism. A corporation wanted a personal man familiar with the subject. A state drunk farm wanted a manager who could really handle inebriates. A city wanted an experienced social worker who understood that alcohol could do to a family. A state alcohol commission wanted a paid researcher. These were only a few of the jobs which AA members as individuals are filling today. Now and then, AA members have bought farms or rest homes where badly beat up toppers could find needed care. The question was, are such activities to be branded as professionalism under a tradition? ടോം ശരിയായിരുന്നു. എയെ പ്രവർത്തനക്ഷമമാക്കുവാൻ ചില സഹായങ്ങൾ നാം തേടേണ്ടതുണ്ട്. വിശാലാർത്ഥത്തിൽ 2 ലക്ഷം, 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷത്തോളം വരുന്ന നമ്മുടെ അംഗങ്ങൾ 200 300 ആളുകളെയാണ് നാം ജോലിക്കെടുത്തിരിക്കുന്നത്. സെൻട്രൽ ഓഫീസിൽ മറുപടി പറയുന്ന സ്ത്രീകൾ മുതൽ ക്ലബ്ബുകളിലെ തൂപ്പുകാരും കുക്കുകളും ഒക്കെ ഇതിൽ പെടും. ഞാനും അതിൽ പെടും. ഞാൻ ചില പുസ്തകങ്ങൾ എഴുതി എനിക്ക് അതിന് റോയൽറ്റി ലഭിക്കുന്നുണ്ട്. അതവിടെ അവസാനിക്കുന്നു. മുഖാമുഖം നൽകുന്ന സന്ദേശത്തിന് പണം സ്വീകരിക്കില്ല. പക്ഷേ കൃത്യമായ ജോലികൾ നിർവഹിക്കപ്പെടണമെങ്കിൽ അതിന് നാം കൂലിക്ക് ആളെ നിയമിക്കേണ്ടി വരും. 8ാം പാരമ്പര്യം നാം പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പിൽ വരുത്താൻ ഒരു പക്ഷേ വർഷങ്ങൾ വേണ്ടിവരും. ചൂടേറിയ തർക്കങ്ങളിൽ അതിർവരമ്പുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഉദാഹരണത്തിന്, എഐക്ക് വെളിയിൽ മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന നമ്മുടെ അംഗങ്ങളെ പോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നവർ വേറെ ഉണ്ടാകില്ല. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു സർവകലാശാല ഒരു AI അംഗത്തിന്റെ സഹായം തേടുന്നു. ഒരു കോർപ്പറേഷന് ഈ വിഷയത്തിൽ അറിവുള്ള ഒരാളെ ആവശ്യമുണ്ട്. ഒരു സ്ഥാപനത്തിൽ മദ്യാസക്തിയെ കൈകാര്യം ചെയ്യാൻ ഒരു മാനേജറെ ആവശ്യമുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് അവൻ അവിടെ പ്രവർത്തിക്കേണ്ടത്. കുടുംബങ്ങളെ മദ്യം എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ
നഗരത്തിൽ ഒരു അംഗ നഗര നഗരം ഒരംഗത്തെ സമീപിക്കാം. രാഷ്ട്രം ഒരു ഗവേഷകനെ നിയമിച്ചേക്കാം. ഇതൊക്കെ വ്യക്തികൾ എന്ന നിലയിൽ ഒരു AI അംഗത്തിന് സ്വീകരിക്കാവുന്ന ജോലികളാണ്. ചിലപ്പോഴൊക്കെ തീർത്തും അവശരായവരെ പരിചരിക്കുന്നതിനായി ചില ഫാമുകളിലും വിശ്രമ കേന്ദ്രങ്ങളിലും വർഷങ്ങളായി നമ്മുടെ അനുഭവം ഇത്തരം വഴിയിലൂടെ പണമുണ്ടാക്കുന്നവനുമായി AI പേര് ഉപയോഗിക്കാൻ തുടങ്ങും. ഫാമുകളും വിദ്യാഭ്യാസ സംരംഭങ്ങളും വെച്ച് പരസ്യങ്ങൾ നൽകും. ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന AI അംഗങ്ങൾ അവരുടെ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായി ആത്മഹത്യാപരമായ വിധം അനാമധേയത്വങ്ങൾ ലംഘിച്ചു. ആ കാരണത്താൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും, നല്ലതിന് പോലും AI ഗ്രൂപ്പിൽ നിന്നും നീതീകരിക്കാനാവാത്ത വിമർശനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. വ്യവസായവൽക്കരണം അയാൾ AI വിറ്റ് കാശാക്കുന്നു എന്നതാണ്. ഇത്തരം മറുപടികൾ കേൾക്കുന്നു. അവരിൽ ഒരാൾ പോലും 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് പെടുത്തില്ലാത്തതാണ്. Uh, our years of experience tell us that the answer is no. Members who select such full-time careers do not realize AI 12 steps. The road to the conclusion was long and rocky. At first, we could not see the real issue involved. In formal days, the moment AI hired out to reach such enterprises has immediately attempted to use the name alcoholism for publicly or for money tracing purpose. Drunk farms, education ventures, state legislature, and commissions advertised the fact that AI members served them unthinkingly. AIs who were so employed recklessly broke their anonymity to thumb the tube for their pet enterprises. For this reason, some very good causes and everything connected with them suffered unjust criticism from AI groups. There were cries of professionalism that guys making money out of AI, yet not a single one of them had been hired to do AI's 12-step work. The violation in this instance was not professionalism at all. It was breaking anonymity. AI's sole purpose was being compromised, and the name of alcoholism was being misused. It is significant now that almost no AI in our fellowship breaks anonymity at the general public level, and so nearly all of these fears have subsided. We see that we have no right or need to discourage AIs who wish to work as individuals in this wider fields. It would be actually antisocial were we to discourage them. We cannot declare AI such a closed corporation that we keep our knowledge and experience top secret. If an AI member acting as a citizen can become a better researcher, better educator, or personal officer, why not? Everybody gains, and we have lost nothing. True. Some of the projects to which AIs have attached themselves have been ill-conceived, but that makes not the slightest difference in the principle involved. This is the exciting chain of events that finally cast up AIS traditions of non-professionalism. Our 12 steps carrying the message is never to be paid for, but those who labor in service for us are worthy of their hire. അപ്പോ AI ഗ്രൂപ്പിൽ നിന്ന് നിധീകരിക്കാനാകാത്ത വിമർശനങ്ങൾ അയാൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. വ്യവസായവൽക്കരണം, അയാൾ AI വിറ്റ് കാശാക്കുന്നു, ഇത്തരം മുറവിളികൾ കേൾക്കുന്നു. ഇങ്ങനെ മുറവിളിക്കുന്നവരിൽ ഒരാൾ പോലും 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിട്ടില്ലാതാനും. ഇത്തരം ലംഘനങ്ങൾ ഒരിക്കലും വ്യവസായവൽക്കരണമല്ല, മറിച്ച് അത് അനാമധേയത്വ ലംഘനങ്ങളാണ്. AIക്ക് ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അനുരഞ്ജനത്തിൻ്റെതായിരുന്നു. AIയുടെ പേര് ദുരുപയോഗം ചെയ്യരുതേ. ഇപ്പോൾ അത് വ്യക്തമാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ആരും തന്നെ പൊതുവേദികളിൽ അനാമധേയത്വ ലംഘനങ്ങൾ നടത്തുന്നില്ല. ഇത്തരം പേടികൾ അലിഞ്ഞുപോയി. നമുക്കറിയാം, വ്യക്തികൾ എന്ന നിലയിൽ ആരെങ്കിലും സുഹൃത്തായി ഈ പദ്ധതികളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ നീതിക്ക് നമ്മൾ എതിരു നിൽക്കുകയാണ്. നമ്മുടെ അറിവുകളും അനുഭവങ്ങളും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നമുക്ക് അങ്ങനെ പ്രഖ്യാപിക്കാനാകും. ഒരു AI അംഗം പൗരൻ എന്ന നിലയിൽ ഒരു അധ്യാപകനോ പരിവേഷകനോ ആകാം. എന്തുകൊണ്ടാകാൻ പറ്റില്ല? എല്ലാവർക്കും ലഭിക്കുന്ന ഈ അവസരം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ചില പദ്ധതികൾ ചിലപ്പോഴൊക്കെ AI ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാകാം, പക്ഷെ അതൊന്നും അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങളെ ബാധിക്കാറില്ല.
ആവേശകരമായ ഈ സംഭവ പരമ്പരകളാണ് വ്യവസായവൽക്കരണമില്ല എന്ന നമ്മുടെ പാരമ്പര്യങ്ങൾ എത്തിത്തുടങ്ങിയത്. സന്ദേശം വഹിക്കുക എന്ന 12ാം പടിക്ക് ഒരിക്കലും കൂലി വാങ്ങരുത്. പക്ഷെ നമ്മളോടൊപ്പം സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് മതിയായ വേതനം നൽകുന്നുണ്ട്. Tradition 9 says, AA as such ought never to be organized, but we may create service boards or committees directly responsible to those they serve. This one still puzzles a lot of people. How can you have a society that is unorganized and at the same time organize services, yet AA does it? 9ാം പാരമ്പര്യം പറയുന്നു, സംഘടിതമായ പ്രസ്ഥാനമായി കൂടാ, പക്ഷെ സേവിക്കുന്നവരുടെ ഉത്തരവാദിത്തമുള്ള ബോർഡോ കമ്മിറ്റികളോ ഉണ്ടാക്കാവുന്നതാണ്. ഇത് പലർക്കും ഒരു പ്രഹേളികയാണ്. സംഘടിതമില്ലാത്ത ഒരു സമൂഹം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അതേസമയം സേവനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതെ, അതാണ് ചെയ്യുന്നത്. When Tradition 9 was first written, it said, 9ാം പാരമ്പര്യം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ആൽക്കഹോളിക്സ് അനോണിമസ് നീഡ്സ് ദ ലീസ്റ്റ് പോസിബിൾ ഓർഗനൈസേഷൻ. എക്ക് ഏറ്റവും കുറഞ്ഞ സംഘടനാ ശേഷിയേ പാടുള്ളൂ. ഇൻ ദ ഇയേഴ്സ് സിൻസ് ദെൻ വി ഹാവ് ചേഞ്ച്ഡ് അവർ മൈൻഡ്സ് അബൌട്ട് ദാറ്റ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനമാറ്റമുണ്ടായി. ടുഡേ വി ആർ ഏബിൾ ടു സേ ദാറ്റ് അഷുറൻസ് ദാറ്റ് ആൽക്കഹോളിസം ആസ് എ ഹോൾ ഷുഡ് നെവർ ബി ഓർഗനൈസ്ഡ് അറ്റ് ഓൾ. ഇപ്പോൾ നമുക്ക് മുഴുവനുമായി ഒരിക്കലും സംഘടിപ്പിക്കപ്പെടരുത്. Then in seems contradictions, we proceed to create special boards and committees which in themselves are organized. How can we have an unorganized movement which can and does create a service organization for itself? Scanning this puzzler, people say, what do they mean? No organization? ഇപ്പോൾ നമുക്ക് മുഴുവനായി ഒരിക്കലും സംഘടിക്കപ്പെടരുത്. അപ്പോഴും പരസ്പര വിരുദ്ധമെന്ന് തോന്നുമാറ് നാം പ്രത്യേക കമ്മിറ്റികളും ബോർഡുകളും ഉണ്ടാക്കുന്നു. അവർ അതിൽ തന്നെ സംഘടിതരാണ് താനും. സംഘടിതമല്ലാത്ത ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് സേവന ഘടകങ്ങളെ സംഘടിപ്പിക്കുന്നത്? ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ജനം ചോദിക്കുന്നു, സംഘടനയില്ലെന്ന് പറയുമ്പോൾ അവർ എന്താണ് അർത്ഥമാക്കുന്നത്? What we really mean, of course, is that the AA can never have an organized direction of government. തീർച്ചയായും അത് അർത്ഥമാക്കുന്നത്, നാം എന്താണ് അർത്ഥമാക്കുന്നത്? എക്ക് ഒരിക്കലും സംഘടിതമായ ഒരു മാർഗമോ ഗവൺമെന്റോ ഉണ്ടായിക്കൂടാ. To amplify this, വ്യക്തമായി പറഞ്ഞാൽ, did anyone ever hear of a nation, a church, a political party, even a benevolent association that had no membership rules? Did anyone ever hear of a society that could not somehow discipline its members and enforce obedience to necessary rules and regulations? Does not nearly every society on earth give authority to some of its members to impose obedience upon the rest and to punish or expel offenders? Therefore, every nation, in fact, every form of society has to be a government administered by human beings. Power to direct and govern is the essence of organizations everywhere. To this rule, Alcoholics Anonymous is a complete exemption. It does not at any point conform to the pattern of a government. Neither its General Service Conference, its General Service Board, nor the humblest group committee can issue a single directive to an AA member and make it stick, let alone hand out any punishment. We have tried it lots of time, but the failure is always the result. Groups have tried to expel members, but the banished have come back to sit in the meeting place saying, this is life for us, you can't keep us out. Committees have instructed many of AA to stop working on a chronic backslider, only to be told, how I do my 12-step work is my business. Who are you to judge? An AA may take advice or suggestions from more experienced members, but he surely will not take orders. Who is less popular than that old-time AA full of wisdom, who moves to another area and tries to tell the group there how to run its business? He and all like him who view with alarm for the good of AA meet with stubborn resistance, or worse still, laughter. In fact, AA is no unorganized that someone once suggested we put up a sign in each AA club saying, anything goes here, folks, except you mustn't smoke opium in the elevators. തീർച്ചയായും ഇതെന്താണ് അർത്ഥമാക്കുന്നത്? എക്ക് ഒരിക്കലും സംഘടിതമായ ഒരു മാർഗമോ ഗവൺമെന്റോ ഉണ്ടായിക്കൂടാ. വ്യക്തമായി പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയത്തിനോ ചർച്ചിനോ
രാഷ്ട്രത്തിനോ ചർച്ചിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒരു സാമൂഹിക സംഘടനയ്ക്കോ അംഗത്വ നിയമങ്ങളില്ലെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകത്തുള്ള ഏതൊരു സമൂഹവും അവരുടെ അംഗങ്ങളെ അനുസരിപ്പിക്കാനും എതിർക്കുന്നവരെ പുറത്താക്കാനും അതിലെ അംഗങ്ങളെ അധികാരപ്പെടുത്താറില്ലേ? ഏതൊരു രാഷ്ട്രവും സമൂഹവും ഫലത്തിൽ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു. ഒരു സംഘടനയുടെ അന്തസ്സത്ത ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം തന്നെയാണ്. ഈ നിയമത്തിന് ആൽക്കോളിസ് അനോണിമസ് ഒരു അപവാദമാണ്. ഇതൊരിക്കലും ഒരു ഗവൺമെന്റിന്റെ ഘടനയിലേക്ക് വരുന്നില്ല. ജനറൽ സർവീസ് കോൺഫറൻസോ ജനറൽ സർവീസ് ബോർഡോ ഒരു ചെറു ഗ്രൂപ്പ് പോലുമോ ഒരു അംഗത്തെ ശിക്ഷിക്കാനുള്ള ഒരു വടിയും നൽകുന്നില്ല. നാം ഇത് പലപ്പോഴും പരീക്ഷിച്ചു നോക്കിയതാണ്. പരാജയമായിരുന്നു ഫലം. ഗ്രൂപ്പുകൾ പലപ്പോഴും അംഗങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു. പക്ഷേ പുറത്താക്കപ്പെട്ടവർ വീണ്ടും ഗ്രൂപ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു: ഇത് ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പുറത്താക്കാനാവില്ല. സ്ഥിരം അധാർമികളോടൊത്തുള്ള പ്രവർത്തനം നടത്താൻ പല കമ്മിറ്റികളും ഞങ്ങളോട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കേൾക്കാം മറുപടി ഇങ്ങനെയാണ്: പന്ത്രണ്ടാം പടി പ്രവർത്തനം എൻ്റെ കാര്യമാണ്, എന്നെ വിധിക്കാൻ നിങ്ങൾ ആരാണ്? ഒരു അംഗം പരിചയസമ്പന്നനായ അംഗത്തിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാറുണ്ട്, പക്ഷേ ആജ്ഞകൾ അനുസരിക്കാറില്ല. മറ്റു ഗ്രൂപ്പുകളിൽ പോയി അവർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുന്ന വിവേകമതിയായ പഴമക്കാരനേക്കാൾ ജനകീയനല്ലാത്തവനായി ആരാണുള്ളത്? എയുടെ നന്മയിൽ അപായസൂചന നൽകുന്ന അയാൾ വല്ലാതെ എതിർക്കപ്പെടും, ചിലപ്പോൾ കളിയാക്കപ്പെടും. ഒട്ടും സംഘടിതമല്ല. ഒരിക്കൽ ഒരു അംഗം പറഞ്ഞതുപോലെ, നമുക്ക് ക്ലാസ്സുകളിൽ ഒരു ബോർഡ് വെക്കണം, ഇവിടെ എല്ലാം നടക്കും. പക്ഷേ മീറ്റിംഗ് ക്ലാസ് റൂമുകളിൽ ഒരു ബോർഡ് വെക്കണം, ഇവിടെ എല്ലാം നടക്കും. പക്ഷേ എലവേറ്ററുകളിൽ നിങ്ങൾ കറുപ്പ് പുകയ്ക്കരുത് എന്ന ബോർഡാണ് വെക്കേണ്ടത്. എനിത്തിങ് ഗോസ് ഹിയർ ഫോക്സ് എക്സെപ്റ്റ് യു മസ്റ്റ്ന്റ് സ്മോക്ക് ഓപ്പിയം ഇൻ ദ എലവേറ്റേഴ്സ്. ലിഫ്റ്റില് നിങ്ങൾ കറുപ്പ് പുകയ്ക്കരുതെന്ന് എഴുതി വെക്കണം. One would think that AIS headquarters and General Service Conference would be exemptions. Surely the people there would have to have some authority. But long ago, trustees and staff members alike found they could do no more than make suggestions, and very mild into half the letters they write. Of course, you are at perfect liberty to handle these matters any way you please, but the majority experience in AI doesn't seem so to suggest. Now that attitude is far removed from general central government, isn't it? We recognize that we cannot dictate to follow fellow members individually or collectively. At this juncture, we can hear a churchman claim they are making disobedience a virtue. He is joined by the psychiatrist who says defined brats, they won't grow up and conform a social usage. The man in the street says, I don't understand it, they must be nuts. But all these observers have overlooked one very unusual conditions in an Alcoholics Anonymous. Unless each AA member follows to the best of his ability our suggested 12 step for recovery, he almost certainly signs his own death warrant. Drunkenness and disintegrations are not penalties inflicted by people in other team. They are result of personal disobedience to spiritual principles. We must obey certain principle or we die. അപ്പോൾ മീറ്റിംഗ് റൂമുകളിൽ പല നിയമങ്ങളൊക്കെ വെക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വെക്കേണ്ട ഒരു കാര്യമാണ് എലവേറ്ററിൽ കറുപ്പ് വെക്കരുത്. ഹെഡ്ക്വാർട്ടേഴ്സും ജനറൽ സർവീസ് ഓഫീസും വ്യത്യസ്തമായിരിക്കും എന്ന് ഒരാൾ ചിന്തിച്ചേക്കാം. ശരിയാണ്, അവിടെയുള്ളവർക്ക് ചില അധികാരങ്ങളുണ്ട്. വളരെ പണ്ട് തന്നെ ട്രസ്റ്റിമാരും സ്റ്റാഫും മനസ്സിലാക്കി അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമേ സാധിക്കൂ. അവർ എഴുതിയ മറുപടികളിൽ പകുതിയിലും ചില വാചകങ്ങൾ കാണാം. ശരിയാണ്, അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഭൂരിപക്ഷം എകളുടെ അഭിപ്രായം ഇതാണ്. ഇത്തരം ഒരു മനോഭാവം നാം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ അംഗങ്ങളോട് ആജ്ഞാപിക്കാൻ കഴിയില്ല. വ്യക്തിപരമായോ കൂട്ടമായിട്ടോ നമുക്ക് അതിന് കഴിയില്ല. ഇവിടെ ഒരു പുരോഹിതൻ വിളിച്ചു പറയുന്നത് കേൾക്കാം: അവർ അനുസരണക്കേട് കാട്ടി ഒരു ധർമ്മമായി തിരിച്ചിരിക്കുന്നു. മനോരോഗ വിദഗ്ധർ കൂട്ടിച്ചേർക്കും: കൊള്ളരുതാത്ത അധികാരിയെ സമൂഹം ഒരിക്കലും സ്വീകരിക്കില്ല. തെരുവിൽ നിന്ന് കേൾക്കാം: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അവർക്ക് വട്ടുണ്ടാകാം. ഈ നിരീക്ഷണക്കാരെല്ലാം ആൽക്കോളിക്സ് അനോണിമസിൽ അസാധാരണമായ ഒരവസ്ഥയെ അവഗണിക്കുന്നു. ഓരോ അംഗവും അയാൾക്കാകും വിധം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന 12 പടികൾ സ്വയം നടപ്പിലാക്കുന്നില്ല എങ്കിൽ അയാൾ സ്വന്തം മരണ വാറണ്ടിൽ ഒപ്പിടുകയാണ്. മദ്യാസക്തിയും ശിഥിലീകരണവും ആരെ അടിച്ചേൽപ്പിച്ച ശിക്ഷയല്ല, ആത്മീയ തത്വങ്ങളോടുള്ള വ്യക്തിപരമായ അനുസരണക്കേടാണ്. നാം ചില തത്വങ്ങൾ അനുസരിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ ഭീഷണി ഗ്രൂപ്പിനും ബാധകമാണ്. 12 പാരമ്പര്യങ്ങളോട് ഗ്രൂപ്പുകൾക്ക് ഏകദേശം യോജിപ്പിച്ചില്ലെങ്കിൽ ഗ്രൂപ്പ് അധപതിക്കും, നശിപ്പിക്കും. നാം അത്യന്തികവും ഇത്തരം ആത്മീയ തത്വങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. കാരണം അത് നമുക്ക് തരുന്ന ജീവിതം നാം ഇഷ്ടപ്പെടുന്നു. വലിയ സഹനവും തികഞ്ഞ സ്നേഹവുമാണ് അച്ചടക്കം പഠിപ്പിക്കുന്നത്. നമുക്ക് വേറൊന്നില്ല. The same stand threat applies to the group itself. Unless there is
approximate approximate conformity to AI's 12-step traditions. The group too can deteriorate and die. So we do obey spiritual principles first because we must, and ultimately because we love the kind of life such obedience brings. Great sufferings and great love are AI's disciplines. We have no others. അതുകൊണ്ട് കാരണം നമുക്ക് തരുന്ന ജീവിതം നാം ഇഷ്ടപ്പെടുന്നു, വലിയ സഹനവും തികഞ്ഞ സ്നേഹവുമാണ് എയുടെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. നമുക്ക് വേറൊന്നില്ല. Therefore, it is now clear. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്. That we ought never no name boards to govern us. നമ്മെ ഭരിക്കാൻ ചൂണ്ടുപലകകളില്ല. It is equally clear, however, that we shall always need to authorize workers to serve us. Here we discriminate between the spirit of vested authority and the spirit of service, concept which are some of us sometimes poles apart. It is in the spirit of service that we elect the AA groups, informal rotating committees, the intergroup association of the area, and the general service conference for AA as a whole. Even our trustees, once an independent body, are today directly accountable to our fellowship. They are the caretakers and expeditors of our world services, just as the aim of each AA member is personal sobriety. So the aim of our service is to bring sobriety within reach of all who want it. If nobody did the group scores, if the area's telephone rang and unanswered, if we did not reply to our mail, then as we know, it would stop. Our communication lines with those who need our help would be broken. While AI has to function, it must at the same time avoid wealth, prestige, and power. Three great dangers which necessarily tempt nearly all human societies, though tradition 9 at first sight seems to deal with the poorly practical matters. It embodies a deep spirituality in its actual operation. AI is a society without organization, animated only by the spirit of service, a true fellowship. How this unique situation developed is seen in the following example. Joe Doe goes to Middletown, USA. He is an AA member in good standing from another city. In Middletown, there is no AA group. Joe feels lonesome and a little frightened. He also wants to carry the message. So maybe he puts an ad in the paper saying that A has come to town. Maybe he goes to the preacher and the doctor and the bartender and scraps himself up a few prospectors. Pretty soon there is a little group. At first, Joe is the dictator, and this first member are his hierarchy, literally. They have all the authority. There is this local founder and his friends teach AA principle and make all the group's arrangements. The group goes on growing broader and broader. At the base, for a while, they accept all the Joe and his friends say. They take direction quite rightly, because at this stage there is no other way. അതുകൊണ്ട് നാം വ്യക്തമാണ് നമ്മെ ഭരിക്കാൻ ചൂണ്ടുപലകളില്ല. അതുകൊണ്ട് വ്യക്തമാണ് നമ്മെ സേവിക്കുന്നവരെ നാം അതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ നിക്ഷിപ്തമായ സേവന ചൈതന്യവും നാം തിരിച്ചു കാണേണ്ടതുണ്ട്. ആശയങ്ങൾ വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് തിരിയുന്നത് നമ്മൾക്ക് കാണാം. ഈ സേവന ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിലാണത് നാം മാറി വരുന്ന ഗ്രൂപ്പ് കമ്മിറ്റികളെയും ഇന്റർ ഗ്രൂപ്പ് പ്രവർത്തകരെയും ജനറൽ സർവീസ് കോൺഫറൻസിനെ തന്നെയും തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ട്രസ്റ്റിമാർ പോലും സ്വതന്ത്രനാണെങ്കിലും നമ്മുടെ കൂട്ടായ്മയോട് നേരിട്ട് കണക്ക് പറയേണ്ടവരാണ്. അവർ ലോക സേവനത്തിന്റെ സംരക്ഷകരും നടത്തിപ്പുകാരുമാണ്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ അംഗങ്ങളുടെ സുബോധമാണ്. നമ്മുടെ സേവനത്തിന്റെ ഉദ്ദേശവും ആഗ്രഹിക്കുന്നവർക്കൊക്കെ സുബോധം സാധ്യമാക്കുക എന്നതാണ്. ഗ്രൂപ്പിന്റെ ജോലികൾ ആരും ചെയ്യാതിരുന്നാൽ, ടെലിഫോൺ വിളികൾക്ക് മറുപടി ലഭിക്കാതിരുന്നാൽ, കത്തുകൾക്ക് മറുപടി നൽകാതിരുന്നാൽ നമ്മൾക്കറിയാം നിലച്ചു പോകും. സഹായം ആവശ്യമുള്ളവരുമായുള്ള നമ്മുടെ വിനിമയം അറ്റുപോകും. വാർത്താ വിനിമയം ഏതൊരു ജനസമ്പത്തിനും തികച്ചും പ്രായോഗികമാണ് കൈകാര്യം ചെയ്തെന്ന് തോന്നുമ്പോൾ അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരും. ആഴത്തിൽ ആത്മീയത ഉൾക്കൊള്ളുന്നു. സംഘടിതമല്ലാത്ത ഒരു യഥാർത്ഥ കൂട്ടായ്മയാണ് സേവനത്തിന്റെ ചൈതന്യത്തിൽ നിലനിൽക്കുന്ന കൂട്ടായ്മ. അതുല്യമായി എങ്ങനെ രൂപപ്പെട്ട ജോഡോ USA മിഡിൽ ടൗണിൽ തളർത്തു പോവുകയാണ്. അദ്ദേഹം മറ്റൊരു നഗരത്തിൽ നല്ല പേരുകളുള്ള ടൗണിൽ
ഇല്ല. അദ്ദേഹത്തിന് അതുകൊണ്ടാകാം നഗരത്തിലെ എത്തിയിരിക്കുന്ന ഒരു പരസ്യം അദ്ദേഹം ഒരു ദിനപത്രത്തിന് നൽകുന്നുണ്ട്. അദ്ദേഹം പുരോഹിതന്മാരെയും ഡോക്ടർമാരെയും മദ്യവ്യവസായ ബാർ അറ്റൻഡർമാരെയും കാണുന്നുണ്ട്. മദ്യവ്യവസായ തൊഴിലാളികളെയും കാണുന്നുണ്ട്. ചില അഭിലാഷകളെയും അദ്ദേഹം സമീപിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവുന്നു. തുടക്കത്തിൽ വ്യാജ്യാർത്ഥത്തിൽ ജോ ഭരണകർത്താവും അംഗങ്ങൾ പ്രജകളുമാണ്. അവർക്ക് അവിടെ അധികാരങ്ങളുണ്ട്. ഈ പ്രാദേശിക സ്ഥാപനം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും തത്വങ്ങൾ പഠിപ്പിക്കുകയും ഗ്രൂപ്പിന്റെ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്യുന്നു. ഗ്രൂപ്പിന്റെ അടിത്തറ വീണ്ടും വീണ്ടും വിശാലമാകുന്നു. കുറെ കാലം ജോയുടെയും സുഹൃത്തുക്കളുടെയും നിർദ്ദേശങ്ങൾ അവർ കൃത്യമായി സ്വീകരിക്കുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ അവർക്ക് വേറെ മാർഗങ്ങളില്ല. ബട്ട് ബൈ ആൻഡ് ബൈ സംതിങ് ഹാപ്പൻസ്. മേ ബി ജോ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഹാവ് എ ഫെയിലിംഗ് ഔട്ട്, ഓർ മേ ബി സം പവർ ഡ്രൈവർ ഡൗൺ ഇൻ ദ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ begins to murmur. How long are these old timers going to keep running these things? പക്ഷെ പിന്നീട് എന്തോ സംഭവിക്കുന്നു. ഒരു പക്ഷേ ജോയുടെയും കൂട്ടുകാരും പുറന്തള്ളപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെടുപ്പ് ഉയർന്നിരിക്കാം. എത്ര കാലത്തേക്കാണ് ഈ പഴമക്കാർ ഇത് കൊണ്ടു നടക്കാൻ പോകുന്നത്? Meanwhile, the founder and his friends bask a little in glory. They say to one another, perhaps it would be a good idea if we continue to keep a firm hand on in this town. After all, we are experienced. Besides, look at all the good we have done those drunks. They should be grateful. True, founders and their friends are sometimes wiser and more humble than this, but often at this stage, they are not. അതേസമയം സ്ഥാപകനും കൂട്ടരും അല്പം മഹത്വപ്പെടുന്നു. അവർ പരസ്പരം പറയുന്നു, നഗരത്തിലെ മേൽ നമുക്കൊരു പിടി വേണം. നാം അനുഭവ സമ്പന്നനാണ്. മാത്രമല്ല, നാം ഈ മധ്യസ്ഥർക്കായി എന്തെല്ലാം ചെയ്തിരിക്കുന്നു. അവർ നന്ദി കാട്ടേണ്ടവരാണ്. ശരിയാണ്, ഈ സ്ഥാപകർ പലപ്പോഴും ജ്ഞാനികളാണ്, വിനയാന്യതരും. പക്ഷെ ഇപ്പോൾ അവർ അങ്ങനെയല്ല. ഗ്രോയിങ് പെയിൻസ് നൗ ബി സെറ്റ് ഓഫ് ദ ഗ്രൂപ്പ്. പാൻഹാൻഡ്ലേഴ്സ് ആൻഡ് പാൻഹാൻഡിൽ. Lonely head spine. Problems descend. Murmurs are again heard in the body politics, which is all into a loud cry. Do these old timers think they can run these things forever? Let's have an election. The founder and his friends are hurt and depressed. They rush from crisis to crisis and from member to member, pleading, but it no use. The revolution is on. The group is about to take over. If the founder and his friends serve well, they may, to their surprise, here is instated for a time. If, however, they have heavily resisted the rising tide of democracy, they may be summarily beached. In the either case, they the group now has so-called rotating committee, very sharply limited in its authority. In no sense whatever can its members govern or direct the group. There is sometimes a thankless privilege of doing the group's chorus. The committee can only make it necessary service arrangements by which the group can function. It can give no spiritual advice, judge no one's conduct, issue no orders. Any committee member may be promptly eliminated at the next election if he tries to throw his weight around. The members fully realize that they are actually servants, not senators. There are universal experiences. This throughout our fellowship. Does the group conscience decree the terms upon which its leaders shall serve? ഇപ്പോൾ വളർച്ചയുടെ വേദന ഗ്രൂപ്പിനെ ക്ഷീണിപ്പിക്കുന്നു. വഴിതെറ്റിയവർ വഴിതെറ്റി നടക്കുന്നു. തനിച്ചായവർ ക്ഷീണിതരാകുന്നു. പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നു. പിറുപിറുക്കലുകൾ, ഉച്ചത്തിലുള്ള കരച്ചിലാകുന്നു. ഈ പഴമക്കാർ കരുതുന്നത് എക്കാലവും അവർ ഇത് കൊണ്ടു നടക്കുമെന്നാണ്. നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താം. സ്ഥാപകരും സുഹൃത്തുക്കളും മുറിവേറ്റവരും നിരാശകരാകുന്നു. അവർ കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് പോകുന്നു. അംഗങ്ങളുമായി വാദത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ ഫലമില്ല. പരിവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രൂപ്പ് കൈമാറാൻ പോകുന്നു. സ്ഥാപകർ നന്നായി സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. ജനാധിപത്യത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുത്തു നിന്നാൽ മൂലക്കടിയാനും അവർ മൂലക്കടിയാനും സാധ്യതയുണ്ട്. എന്തായാലും ഗ്രൂപ്പിന് ഇപ്പോൾ മാറി വരുന്ന ഒരു കമ്മിറ്റിയുണ്ട്, പരിമിതമായ അധികാരങ്ങളുള്ളത്. ഒരർത്ഥത്തിൽ അംഗങ്ങൾ ഗ്രൂപ്പിനെ ഭരിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും നന്ദി പോലും പ്രതീക്ഷിക്കാതെ ഗ്രൂപ്പിലെ ജോലികൾ അവർ ചെയ്യുന്നു. ഗ്രൂപ്പിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സേവനങ്ങൾ ക്രമീകരിക്കുക മാത്രം ചെയ്യുന്നു. ആത്മീയ ഉപദേശങ്ങൾ നൽകാനോ വിധിക്കാനോ ഉത്തരവുകൾ നടത്താനോ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരുടെ മേൽ സമ്മർദ്ദമുണ്ടാക്കുന്ന ഏതൊരംഗവും അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടച്ചു മാറ്റപ്പെടുന്നു. അംഗങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അവർ യഥാർത്ഥ സേവകരാണ്, മറിച്ച് സെനറ്റിലെ അംഗങ്ങൾ പോലെയല്ല ഇതാണ് പൊതുവായ അനുഭവം. നമ്മുടെ കൂട്ടായ്മയിലുടനീളം ഈ ഗ്രൂപ്പിന്റെ മനസാക്ഷിക്ക് അനുസൃതമായാണ് നമ്മുടെ സേവകർ പ്രവർത്തിക്കുന്നത്. താങ്ക് യു.